സഹകാരി റൈസ് പ്ലസിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നോക്കുന്നത് ഇഡിയംസ് ആണ്. അപ്പോൾ ഇഡിയംസിൻ്റെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് വരുന്നത് അടുത്ത ഭാഗങ്ങളാണ്. ഇഡിയംസ് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇഡിയംസ് എന്ന് പറയുന്നത്. വൊക്കാബുലറിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇഡിയംസ്. അപ്പോൾ ഇഡിയംസിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സാധനങ്ങളെല്ലാം വളരെ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത ഭാഗങ്ങളും അതുപോലെ തന്നെ പഠിച്ചെടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പാകത്തിലാണ് പറയുന്നത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ എന്നോടൊപ്പം പറഞ്ഞ് പഠിച്ചു വരിക. ക്ലാസ് കഴിയുമ്പോഴേക്കും ആ പറയുന്ന ഇഡിയംസ് എല്ലാം നിങ്ങളും പഠിച്ചു കഴിയണം. ഓക്കെ ആണല്ലോ? ഇതിൽ നമ്മൾ നോക്കുന്നത് ഇഡിയംസിൽ അനിമൽ ബേസ്ഡ് ഇഡിയംസ് ആണ് ആദ്യം നോക്കുന്നത്. നമ്മൾ ഫ്രൂട്ട് ബേസ്ഡ് ഇഡിയംസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. കളർ ബേസ്ഡ് ഇഡിയംസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ബോഡി പാർട്സ് ബേസ്ഡ് ഇഡിയംസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് അനിമൽ ബേസ്ഡ് ഇഡിയംസ് ആണ്. മൃഗങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ഇഡിയംസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നോക്കിയേ, ഒന്നാമത്തത് ക്യാറ്റ് ആൻഡ് ഡോഗ്സ് ലൈഫ്. ഓക്കെ, ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് ലൈഫ്. ആദ്യം കാര്യം കേൾക്കുക, എന്നിട്ട് നമുക്ക് പറയാം. നമ്മളെ വീട്ടിലൊക്കെ പട്ടിയുണ്ട്, അതുപോലെ പൂച്ചയുണ്ട്. കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, പട്ടിയുണ്ട്, പൂച്ചയുണ്ട്. കുട്ടികളെ, ഈ പട്ടിയും പൂച്ചയും എപ്പോഴും കൂട്ടായിരിക്കുമോ? നിങ്ങൾ പറ, എപ്പോഴും കൂട്ടായിരിക്കുമോ? വീട്ടിൽ പട്ടിക്ക് അല്ലെങ്കിൽ പൂച്ചയ്ക്ക് ചോറ് കൊടുക്കുന്ന സമയത്ത് പട്ടിയും കൂടെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നടക്കുന്നത്? പട്ടിയും പൂച്ചയും കടിപിടി കൂടാറുണ്ട്, ഇല്ലേ? പൂച്ചയെ പട്ടി എന്ത് ചെയ്യാറുണ്ട്? ഓട്ടിക്കാറുണ്ട്, കടിക്കാൻ വേണ്ടി ഓട്ടിക്കാറുണ്ട്. അവർ കൂട്ടായിട്ടിരിക്കാറുണ്ടോ? എപ്പോഴും വഴക്കാണ്. കാറ്റ്സ് ആൻഡ് ഡോഗ്സ് ലൈഫ് എന്ന് പറഞ്ഞാൽ കോറലിംഗ് ലൈഫ്, ഓൾവേസ് കോറൽ. കാറ്റ്സ് ആൻഡ് ഡോഗ്സ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുക? പട്ടിയും പൂച്ചയും എപ്പോഴും വഴക്കാണെന്ന് പഠിക്കുക. കോറലിംഗ് ലൈഫ്. എന്നോട് കുറച്ച് പറഞ്ഞോണേ. മീനിങ് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മീനിങ് നിങ്ങൾ കാണുമ്പോഴത്തേക്കും നമ്മൾ കാണാതെ തന്നെ മീനിങ് ആദ്യം പഠിക്കുക. പിന്നീട് ഡിസ്പ്ലേയിൽ വരുന്ന സമയത്ത് നിങ്ങൾ അത് കണ്ടുപഠിക്കാനും പറ്റും. അപ്പോൾ എന്നോടൊപ്പം തന്നെ ഇഡിയംസ് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് മീനിങ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ കാറ്റ്സ് ആൻഡ് ഡോഗ്സ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? കോറലിംഗ് ലൈഫ് എന്ന് പറഞ്ഞു. ഇനി അടുത്ത നോക്കിയാൽ കാറ്റ്സ് ആൻഡ് ഡോഗ്സ് ആണ് വന്നിരിക്കുന്നത്. ലൈഫ് ഇല്ല. ഈ ലൈഫ് വന്നു കഴിഞ്ഞാൽ ഭൂമിയിലാണ്. ലൈഫ് ഇല്ല എങ്കിൽ ഭൂമിയിലല്ല എന്നർത്ഥം. ലൈഫ് വന്നു കഴിഞ്ഞാൽ ഭൂമിയില, ലൈഫ് ഇല്ല എങ്കിൽ ഭൂമിയിലല്ല. അപ്പൊ കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലല്ല, ആകാശത്തിലാണ്. ഹെവി റെയിൻ, ഇടിയും മിന്നലും, ശക്തമായ മഴ. അപ്പൊ കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? ഹെവി റെയിൻ. അടുത്താണ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, ഹെവി റെയിൻ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം കേട്ടോ. റെയിനിങ് കാറ്റ്, നല്ല ഇടിമിന്നലുള്ള മഴ, ശക്തമായ മഴ. ഇനി നിങ്ങൾ മഴയൊക്കെ വരുന്ന സമയത്ത് മഴയുടെ സ്റ്റേറ്റസ് ഒക്കെ ഇടാറുണ്ടല്ലോ, റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് ഒന്ന് ക്യാപ്ഷൻ ചെയ്യണം. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഹെവി റെയിൻ എന്നാണ് കേട്ടോ. അപ്പൊ 3 ഇഡിയംസ് ആണ് പറഞ്ഞത്. കാറ്റ്സ് ആൻഡ് ഡോഗ്സ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിയുടെയും പൂച്ചയുടെയും ജീവിതം, കോറലിംഗ് ലൈഫ്. ഇനി കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാലോ ഹെവി റെയിൻ. കാറ്റ്സ് ആൻഡ് ഡോഗ്സ് ഹെവി റെയിൻ. ഇനി അടുത്താണെങ്കിലോ റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാലോ അതിന്റെ അർത്ഥം ഹെവി റെയിൻ ആണ്. അടുത്ത് നോക്കിയാണ് കുട്ടികളെ, ഡോഗ്സ് ലൈഫ്. കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഡോഗ്സ് ലൈഫ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ജീവിതം ഡോഗ്സ് ലൈഫായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തെ അല്ലെങ്കിൽ അവളെ കെട്ടിയതിന് ശേഷം അല്ലെങ്കിൽ അവനെ കെട്ടിയതിന് ശേഷം എൻ്റെ ജീവിതം നായ നക്കി പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഡോഗ്സ് ലൈഫ് എന്ന് പറഞ്ഞാൽ മിസറബിൾ ലൈഫ്, ദുരിതപൂർണമായ ജീവിതം. ഡോഗ്സ് ലൈഫ് മീൻസ് മിസറബിൾ ലൈഫ്, ദുരിതപൂർണമായ ജീവിതം. അടുത്ത് നോക്കിയേ, ഡോഗ്സ് ഡേ. അപ്പൊ നമ്മൾ ഈ ഏപ്രിൽ ആൻഡ് മെയ് ഈസ് നോൺ എസ് ഡോഗ്സ് ഡേ. ഏപ്രിലും മെയ് മാസങ്ങളെന്നൊക്കെ പറയുന്നത് ഡോഗ്സ് ഡേ ആണെന്ന് പറയാറുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട്, തെരുവിലൂടെ അലഞ്ഞു തിരിഞ്ഞെടുക്കുന്ന നായകൾ കണ്ടിട്ടുണ്ടോ? വെള്ളമൊന്നും കുടിക്കാതെ നമ്മൾ പറയില്ലേ, എങ്ങനെ നടക്കും? നാക്കൊക്കെ തള്ളി നടക്കാറില്ലേ? ഡോഗ്സ് ഡേ എന്ന് പറഞ്ഞാൽ ഹോട്ടസ്റ്റ് പീരീഡ്, വളരെ ചൂടുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ പീരീഡ് ഇൻ എ ഇയർ, ഒരു വർഷത്തിലെ ഏറ്റവും ചൂടുള്ള ദിവസങ്ങളൊക്കെ നമുക്ക് എന്തെന്ന് പറയാം? ഡോഗ്സ് ഡേ. നമ്മളൊക്കെ രാവിലെ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത്, രാവിലെ പോകുന്ന സമയത്ത് നമ്മൾ പറയില്ല, ഇന്ന് പച്ചവെള്ളം കുടിക്കാൻ സമയം കിട്ടിയില്ല, ഇന്ന് ആരെയാണോ എന്തോ കണി കണ്ടുകൊണ്ട് പോയത്. സാധാരണ ഒരു കോമൺ ടോക്കിംഗ് ആണ്. ഡോഗ്സ് ഡേ മീൻസ് ഹോട്ടസ്റ്റ് പീരീഡ്, വളരെ ചൂടുള്ള ദിവസങ്ങൾ. ഓക്കെ, എന്നാലാ ഡോഗ് ഈറ്റ്സ് ഡോഗ്. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ 2 സുഹൃത്തുക്കളെന്ന് ഓർക്കുക കേട്ടോ. 2 സുഹൃത്തുക്കൾ. ഈ 2 പേർക്കും എന്ത് ചെയ്യും? കച്ചവടം, എന്തെങ്കിലും ഒരു സാധനം കച്ചവടം ചെയ്യണം. നിങ്ങൾ എന്തെങ്കിലും ഒരു ഐറ്റം കച്ചവടം ചെയ്യണം. അപ്പോൾ ഒരേ ഐറ്റമാണ് കച്ചവടം ചെയ്യുന്നത്. മരിച്ചിനിയാണ് കച്ചവടം ചെയ്യണമെന്ന് വെച്ചോണം. മരിച്ചിനിയാണ് കച്ചവടം ചെയ്യണമെന്ന് വെച്ചോണം. നിങ്ങൾ ഓരോ നാട്ടിലും ഓരോ പേരുകൾ പറയാറുണ്ട്. ടപ്പിയോക്ക എന്ത് ചെയ്യുന്നുണ്ട്? കച്ചവടം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ ഒരാൾ 24-നും ഒരാൾ 25-നും കൊടുക്കുന്നു എന്ന് വെച്ചോ. അപ്പോൾ എന്ത് ചെയ്യുന്നുടെ? 24-ന് കൊടുക്കുന്നത് അധികം വേവാത്ത മരിച്ചിനിയും 25-ന് കൊടുക്കുന്നത് വേവുന്ന മരിച്ചിനിയും. നമ്മൾ ആരെടുത്ത് പോയി മലയാളി എന്ന നിലയിൽ വാങ്ങാറുണ്ട് കുട്ടികളെ? 24-ന് കൊടുക്കുന്നിടത്തേ വാങ്ങാറുള്ളൂ. കാരണം എന്താണ്? 1 രൂപ കുറഞ്ഞിരുന്ന അവിടെ പോവുള്ളൂ.
ഇനി കുറച്ച് കഴിയുമ്പോൾ മറ്റേ ആൾക്ക് കച്ചവടമില്ല, മറ്റേ ആൾ എന്ത് ചെയ്യും കുട്ടികളെ 23 കൊടുത്തെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ നേരെ എല്ലാവരും കൂടെ എപ്പുറത്തേക്ക് വരും, ഇപ്പുറത്തൊന്ന് വാങ്ങും. കുറച്ച് കഴിയുമ്പം ഈ 24 കൊടുത്തുകൊണ്ടിരുന്ന ആൾ 22 കൊടുത്തു, നേരെ തിരിച്ചു വരും. കുറേ കഴിയുമ്പോൾ ഈ രണ്ടുപേരും കൂടെ തമ്മിൽ അടിയാകും. എരിച്ചിനി കച്ചവടം നടത്തിയിരുന്ന രണ്ടുപേരും തമ്മിൽ അടിയാവും. ഡോഗ് ഈറ്റ്സ് ഡോഗ് മീൻസ് കോമ്പറ്റീറ്റീവ് സെയിൽ, മത്സര ബുദ്ധിയോടുകൂടിയുള്ള കച്ചവടം ഇല്ലേ. അപ്പക്കഷ്ണത്തിന് വേണ്ടി കടിപിടി കൂടുന്ന പട്ടികൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഡോഗ് ഈറ്റ്സ് ഡോഗ് കോമ്പറ്റീറ്റീവ് സെയിൽ എന്നാണ് കേട്ടോ. ഡോഗ് ഈറ്റ്സ് ഡോഗ് കോമ്പറ്റീറ്റീവ് സെയിൽ. അടുത്ത ഡോഗ് ഇൻ ദി മാഞ്ചർ. അടുത്താണ് ഡോഗ് ഇൻ ദി മാഞ്ചർ. നോക്ക്, ഡോഗ് ഇൻ ദി മാഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നൂടെ, എന്ത് ചെയ്യും, നമ്മൾ യൂസ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നൂടെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ആൾക്കാർ, ഒരു ആവശ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ആൾക്കാരെ ഡോഗ് ഇൻ ദി മാഞ്ചർ എന്ന് പറയും. ഒരു ആവശ്യവും കാണില്ല, അത്തരം ആൾക്കാർ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരെ നമ്മൾ ഡോഗ് ഇൻ ദി മാഞ്ചർ എന്ന് പറയും. ഓക്കെ, അടുത്ത് നോക്കിയാണ്ടേ. അടുത്ത ടു ബി എ ഡോഗ്. നമ്മൾ നായേനെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, നായേനെ. അപ്പോൾ ഈ നായ സാധാരണ പേ പിടിച്ച നായ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടായി, കാണുന്ന സർവ്വതിനെയും കടിച്ച് നശിപ്പിക്കാറാണ് പതിവ്, കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇപ്പൊ ടു ബി എ ഡോഗ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നൂടെ എല്ലാം നശിപ്പിക്കും. റൂയിൻഡ്, നായയായി മാറി എന്ന് പറഞ്ഞാൽ റൂയിൻഡ്, നശിപ്പിക്കുക എന്നാണ് കേട്ടോ. അടുത്ത് നോക്കിയാണ് ലെറ്റ് എ ക്യാറ്റ് ഔട്ട് ഓഫ് ബാഗ്. ലെറ്റ് എ ക്യാറ്റ് ഔട്ട് ഓഫ് ബാഗ്. നിങ്ങൾ എന്ത് ചെയ്യുന്നൂടെ, നമ്മൾ സാധാരണ നിങ്ങൾ എന്ത് ചെയ്യുന്നൂടെ, നമ്മൾ രസതന്ത്രം സിനിമ കണ്ടിട്ടുണ്ടോ കുട്ടികളെ? അതിനകത്ത് ഇന്നസെന്റിന്റെ അടുത്ത് മോഹൻലാൽ വന്ന് പറയുന്നുണ്ട്, എൻ്റെ കൂടെ നടക്കുന്നത് ആണല്ല, അതൊരു പെൺകുട്ടിയാണെന്ന് പറയും. ഇല്ല, അന്നത്തെ രാത്രി അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിയുന്നുണ്ടോ? ആരുടെത്തെങ്കിലും ആ രഹസ്യം പറയണം. അത്രയും വലിയ രഹസ്യമൊന്നും അദ്ദേഹത്തിന് താങ്ങാൻ പറ്റില്ല. അദ്ദേഹം മലയര മണ്ടേ പോയി രഹസ്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ? കറക്റ്റാ പോലീസുകാരൻ കേട്ടുകൊണ്ട് വരും. ലെറ്റ് എ ക്യാറ്റ് ഔട്ട് ഓഫ് ബാഗ്. നിങ്ങൾ ആലോചിക്കുക, സ്ത്രീകൾ ആലോചിക്കുക, ചേട്ട ഇന്ന് വൈകുന്നേരം വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു രഹസ്യം പറഞ്ഞു, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, ഒരു രഹസ്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അന്നത്തെ രാത്രി നിങ്ങൾ ഉറങ്ങുമോ? നിങ്ങൾ ആരടുത്ത് പറഞ്ഞു? ആരടുത്തും പറയില്ലെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ അന്ന് അമ്മയെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടേ കാര്യം പറഞ്ഞിട്ടേ കിടക്കുള്ളൂ ഇല്ലേ. അമ്മ നാളെ ഞാൻ പറയാം, നിങ്ങൾ ആരടുത്തും പറയില്ലെന്ന് പറയും ഇല്ലേ. ക്യാറ്റ് ഔട്ട് ഓഫ് ബാഗ് എന്ന് പറഞ്ഞാൽ റിവീൽ എ സീക്രട്ട്, ഡിസ്ക്ലോസ് എ സീക്രട്ട്, രഹസ്യങ്ങൾ പുറത്തു പറയുക. ക്യാറ്റ് ഔട്ട് ഓഫ് ബാഗ്, ഡിസ്ക്ലോസ് എ സീക്രട്ട്. അടുത്ത് നോക്കിയേ, ക്യാറ്റ് നാപ്പ്. നാപ്പ് എന്ന് പറഞ്ഞാൽ ഉറക്കം എന്നാണ് കേട്ടോ. ക്യാറ്റ് നാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് സ്ലീപ്പ്. നിങ്ങൾ ബസ്സിലൊക്കെ കയറുമ്പോൾ കണ്ടിട്ടുണ്ടാകും, നമ്മൾ ബസ്സിലൊക്കെ കയറിയിട്ട് ഏത് സീറ്റ് പിടിക്കാൻ ശ്രമിക്കും? സൈഡ് സീറ്റ് പിടിക്കും. സൈഡ് സീറ്റ് പിടിച്ച് നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും കുട്ടികളെ? നല്ല ഉറക്കം വരും. കണ്ടിട്ടുണ്ടോ? കണ്ണിങ്ങനെ അടഞ്ഞു വരും. അടയില്ലേ അടയില്ലേ എന്ന് വിചാരിച്ചാലും കണ്ണ് അടഞ്ഞു വരും. കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ പെട്ടെന്ന് ബസ് സഡൻ ബ്രേക്ക് ഇട്ടു. നമ്മളൊന്ന് കണ്ണടച്ചതും സഡൻ ബ്രേക്ക് ഇട്ടു. നമ്മൾ തല ചെന്ന് ഇടിക്കാറുണ്ടല്ലോ, എന്ത് ചെയ്യുന്നുണ്ട്? ചെറുതായിട്ടൊന്ന് കണ്ണടച്ചതുള്ളൂ, അപ്പോഴേക്കും തല ചെന്ന് ഇടിച്ചു. അപ്പോഴേ തല ഇടിച്ച് തെറിച്ച് വരുന്ന കണ്ടിട്ടുണ്ടോ? അപ്പോൾ അടുത്തിരിക്കുന്ന ആളൊക്കെ നമ്മൾ ഇങ്ങനെ മുഴച്ചു നോക്കും, അല്ല ആ കൊച്ചിൻ്റെ തലയിൽ ഇടിച്ചെന്ന് പറഞ്ഞ് നോക്കും. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യുമോ? പിള്ളേർ തല തടവേ എന്തെങ്കിലും ചെയ്യുമോ? ഇല്ല, നമ്മളൊന്നും ചെയ്യില്ല. അപ്പോഴേ ഉറക്കം പോയി. പിന്നെ നമ്മൾ ഫോണൊക്കെ എടുത്ത് വെച്ച് കളിച്ചിരിക്കും. എല്ലാവരും നോക്കി കഴിഞ്ഞിട്ട് കുറേ കഴിയുമ്പോൾ പതുക്കെ തല തപ്പി നോക്കും. കണ്ടിട്ടുണ്ടോ? തല എവിടെ ഉണ്ടാന്ന് നോക്കും ഇല്ലേ. പഠിച്ചോണം, ക്യാറ്റ് നാപ്പ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് സ്ലീപ്പ്, ചെറിയ മയക്കം, അല്ലാണ്ട് ഗാഠമായി ഉറങ്ങുക എന്നാണ്. പൂച്ചയൊക്കെ ഉറങ്ങുന്ന കണ്ടിട്ടുണ്ടോ? 4 കാലൊക്കെ എന്ത് ചെയ്യുന്നോടെ ആകാശത്ത് വെച്ച് കിടന്നുറങ്ങും. എന്നിട്ട് ആരെങ്കിലും വന്നൊരു തട്ട് കൊടുക്കുമ്പോൾ പൂച്ച എടുത്ത് ആടി ഓടിക്കളയും. നമ്മളാണെങ്കിലാ എന്ത് ചെയ്യും? 4 കാലും പറഞ്ഞ് കിടന്നുറങ്ങും. കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും തട്ടിയാലും ചവിട്ടിയാലും ഉണരില്ല. ക്യാറ്റ് നാപ്പ് ഷോർട്ട് സ്ലീപ്പ്. ക്യാറ്റ് നാപ്പ് ഷോർട്ട് സ്ലീപ്പ്. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഒന്നാമത്തത് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടിയുടെയും പൂച്ചയുടെയും ജീവിതം. കോറലിംഗ് ലൈഫ്, ഓൾവേസ് കോറൽ, ഓൾവേസ് കോറൽ. ഉറച്ചു പറ, ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് ലൈഫ് ഓൾവേസ് കോറൽ. ഇനി ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാലോ ഭൂമിയിലെല്ലാം ആകാശത്തിലാണെന്ന് പറഞ്ഞു. ഹെവി റെയിൻ. ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് ഹെവി റെയിൻ, ശക്തമായ മഴ. ഇനി അടുത്ത് നോക്കിയാൽ റെയിനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ് കുട്ടികളെ? ഹെവി റെയിൻ എന്നാണ് കേട്ടോ. റെയിനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാലും ഹെവി റെയിൻ. അടുത്ത് നോക്കിയേ, ഡോഗ്സ് ലൈഫ്. ആ പെൺകൊച്ചിനെ കെട്ടിയതിന് ശേഷം അല്ലെങ്കിൽ അവനെ കെട്ടിയതിന് ശേഷം എൻ്റെ ജീവിതം നായ നക്കിയെന്ന് പറഞ്ഞാൽ മിസറബിൾ ലൈഫ്. ഡോഗ്സ് ലൈഫ് മിസറബിൾ ലൈഫ്. ഡോഗ്സ് ഡേ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? ഹോട്ടസ്റ്റ് പീരീഡ് ഇൻ എ ഇയർ. ഹോട്ടസ്റ്റ് പീരീഡ് ഇൻ എ ഇയർ. ഇനി ഡോഗ് ഈറ്റ്സ് ഡോഗ്, മരിച്ചിനി കച്ചവടത്തിന്റെ കാര്യം പറഞ്ഞ രണ്ടുപേരും കോമ്പറ്റീറ്റീവ് സെയിൽ. ഡോഗ് ഈറ്റ്സ് ഡോഗ്, കോമ്പറ്റീറ്റീവ് സെയിൽ. ഡോഗ് ഇൻ ദി മാഞ്ചർ എന്ന് പറഞ്ഞാൽ സമ്മൺ പ്രിവെൻസ് സമ്മൺസ് ഹാപ്പിനെസ്. ഇത് മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ കെടുത്തുക, അവരുടെ കാര്യങ്ങളിൽ ഇടപെടുക, ആവശ്യമില്ലാതെ ഇടപെടുക. സമ്മൺ പ്രിവെൻസ് സമ്മൺസ് ഹാപ്പിനെസ് എന്നും കൂടെ എഴുതിക്കണം കേട്ടോ. സമ്മൺസ് പ്രിവെൻസ് സമ്മൺസ് ഹാപ്പിനെസ്, ഹാപ്പിനെസ് കേട്ടോ, അതാണ് മീനിങ് കേട്ടോ. സമ്മൺ പ്രിവെന്റ് എന്ന് മാത്രമല്ല, സമ്മൺ പ്രിവെൻസ് സമ്മൺസ് ഹാപ്പിനെസ്. മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ കെടുത്തുന്ന ആൾക്കാരെയാണ് ഡോഗ് ഇൻ ദി മാഞ്ചർ എന്ന് പറയുന്നത് അല്ലേ. അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യുന്നു, ചുമ്മാ ആവശ്യമില്ലാതെ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാർ. ഇനി അടുത്ത് ടു ബി എ ഡോഗ് എന്ന് പറഞ്ഞാൽ പ്രാന്തരത്തെ പട്ടി എല്ലാത്തിനെയും കടിച്ച് നശിപ്പിക്കുന്നു. റൂയിൻഡ്, നശിപ്പിക്കുക, റൂയിൻഡ്.
അടുത്ത ക്യാറ്റ് ഔട്ട് ഓഫ് ബാഗ്. നിങ്ങളടുത്ത് ചേട്ടൻ വന്ന് രഹസ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സിരിക്കില്ല, എല്ലായിടത്തും പറയും. എന്ത് ചെയ്യുന്നു? റിവീൽ എ സീക്രട്ട് അല്ലെങ്കിൽ ഡിസ്ക്ലോസ് എ സീക്രട്ട്. ക്യാറ്റ് നാപ്പ്, പൂച്ച ഉറക്കം എന്ന് പറഞ്ഞാൽ ഷോർട്ട് സ്ലീപ്പ്. ക്യാറ്റ് നാപ്പ്, ഷോർട്ട് സ്ലീപ്പ്. ഒരു തവണയും കൂടെ പറഞ്ഞേ. ക്യാറ്റ് ആൻഡ് ഡോഗ്സ് ലൈഫ് ഓൾവേസ് കോറല്. കാറ്റ്സ് ആൻഡ് ഡോഗ്സ് ഹെവി റെയിന്. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് ഹെവി റെയിന്. ഡോഗ്സ് ലൈഫ് മിസറബിൾ ലൈഫ്. ഡോഗ്സ് ഡേ ഹോട്ടസ്റ്റ് പീരീഡ് ഇൻ എ ഇയർ അല്ലെങ്കിൽ ഓഫ് എ ഇയർ. ഡോഗ് ഈറ്റ്സ് ഡോഗ് കോമ്പറ്റിറ്റീവ് സെയില്. ഡോഗ് ഇൻ ദി മാഞ്ചർ എന്തെന്ന് പറഞ്ഞു? സമ്മൺ പ്രിവെന്റ്സ് സമ്മൺസ് ഹാപ്പിനെസ്. അതേപോലെ ടു ബി എ ഡോഗ് റൂയിൻഡ്. അതുപോലെ ക്യാറ്റ് ഔട്ട് ഓഫ് ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവീൽ എ സീക്രട്ട്. അതേപോലെ ക്യാറ്റ് നാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് സ്ലീപ്പ്. ഷോർട്ട് സ്ലീപ്പ്. കിട്ടൂലേ പിള്ളേരെ? പാടണ്ട, വളരെ എളുപ്പമാണ്. എന്നോടൊപ്പം പറഞ്ഞു പഠിക്കുക. ഞാൻ പറയുന്ന കണക്ട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് പഠിച്ചു വരിക. കാണാതെ പഠിക്കാൻ നിൽക്കരുത്. മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ മനസ്സിൽ ഇരിക്കും. അടുത്ത പഠിക്കാം. ബാക്കി ഭാഗം നോക്കിയാൽ അടുത്തത് ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. നിങ്ങൾ സാധാരണ മീനുകളൊക്കെ കണ്ടിട്ടുണ്ടല്ലേ? മീനിനെ കരയെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും കുട്ടികളെ? അതെന്ത് ചെയ്യും? പടഞ്ഞു കിടക്കും. എന്ത് വേണോ എപ്പോഴും വേണോ സംഭവിക്കാം, അല്ലെങ്കിൽ ചത്തുപോകുന്നത് അല്ലേ? ഡിസ്കംഫേർട്ട്. നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് ഒപ്പിച്ചിട്ട് വീട്ടിൽ വന്നിരിക്കുന്ന പയ്യന്മാർ ഓർത്താൽ മതി. എന്ത് ചെയ്യും? പോലീസ് വരുമോ, കേസാവോ, അടി കിട്ടുമോ എന്തറിഞ്ഞൂടാ. കിടക്കാൻ പറ്റൂല, ഇരുന്നാൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലേ? ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ അൺകംഫർട്ട് ആയിട്ടിരിക്കുക. അൺകംഫർട്ട്. ഓക്കെ. ഇനി അതേപോലെ ഹോൾഡ് യുവർ ഹോഴ്സ്. അതുപോലെ ഡാർക്ക് ഹോഴ്സ്, ബീറ്റ് എ ഡെഡ് ഹോഴ്സ്. അതുപോലെ റൈഡ് എ ഹൈ ഹോഴ്സ്. നോക്കിയേ. ഹോൾഡ് യുവർ ഹോഴ്സ്, ഡാർക്ക് ഹോഴ്സ്, ബീറ്റ് എ ഡെഡ് ഹോഴ്സ്, റൈഡ് എ ഹൈ ഹോഴ്സ്. ഹോഴ്സുമായി ബന്ധപ്പെട്ട 4 ഇഡിയം നിങ്ങൾ ഓർത്തോണേ. നിങ്ങൾ സൂര്യപുത്രൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് കൽപ്പന പ്രാന്തെടുത്ത് ജഗതിയെ വെട്ടാൻ ഓട്ടിങ്ങനെ കണ്ടിട്ടുണ്ടോ കുട്ടികളെ? കണ്ടിട്ടുണ്ടോ? അപ്പൊ ജഗതി ഓടി വന്ന്, പോലീസായിട്ടാണ് ജഗതി വരുന്നത്. ജഗതി ഓടി വന്നിട്ട് എന്ത് ചെയ്യും? കുതിരേനെ വേണ്ടി ചാടിക്കയറും. കുതിരയെ കെട്ടിയിട്ടിരിക്കുകയാണ്. ജഗതിയെ ശ്രദ്ധിച്ചില്ല. ചാടിക്കയറിയിട്ട് കുതിരയെ ഓട്ടിക്കും. പക്ഷെ കുതിര ഓടുവോ? കെട്ടിയിട്ട കുതിര എന്ന് പറഞ്ഞാൽ ശാന്തനായിട്ട് നിൽക്കാറുണ്ട്. ഹോൾഡ് യുവർ ഹോഴ്സ് മീൻസ് ടു ബി പേഷ്യൻസ്, ക്ഷമയുള്ളവരായിട്ട് മാറുക. ഹോൾഡ് യുവർ ഹോഴ്സ്, ടു ബി പേഷ്യൻസ്. ഇനി വീട്ടിലൊക്കെ ചേട്ടൻ ദേഷ്യപ്പെട്ട് വരുന്ന സമയത്ത് ചേട്ടൻ്റെ തോരണം ചേട്ടാ കുതിരയ്ക്ക് കടിഞ്ഞാണിടാൻ പറയണം. അതായത് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ. ഹോൾഡ് യുവർ ഹോഴ്സ്, ടു ബി പേഷ്യൻസ്. പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളെ മണ്ടയടിച്ച് പൊട്ടിക്കരുത്. ഹോൾഡ് യുവർ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ ടു ബി പേഷ്യൻസ്, ക്ഷമയുള്ളവരായിട്ട് മാറുക. ഇനി ഡാർക്ക് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ഈ ഡാർക്ക് എന്ന് പറയുന്നത് എന്താണ്? കറുപ്പ്. ഈ ഡാർക്ക് കളറിന്റെ പ്രത്യേകത എന്താണ് കുട്ടികളെ? കറുപ്പ് കളറിന്റെ പ്രത്യേകത, ബ്ലാക്ക് കളറിന്റെ പ്രത്യേകത എന്ത് ചെയ്യും? ഫിസിക്സ് പരമായിട്ട് പറഞ്ഞു നോക്കിയേ. അതെന്താണ്? എല്ലാ വർണ്ണങ്ങളും ഹൈഡ് ചെയ്ത് വയ്ക്കുന്നു, മറച്ചു വയ്ക്കുന്നു ഇല്ലേ? ഡാർക്ക് ഹോഴ്സ് ഹിഡൻ ടാലന്റ്, മറച്ചു വെച്ച കഴിവുകൾ എന്നാണ് കേട്ടോ. ഡാർക്ക് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ ഹിഡൻ ടാലന്റ്, കഴിവുകൾ മറച്ചു പിടിക്കുക എന്നാണ്. കഴിവുകൾ മറച്ചു പിടിക്കുക. ചില ആൾക്കാർക്ക് പാട്ട് പാടാൻ കഴിവുണ്ട്, പക്ഷെ ആരെയും മുമ്പിലും പാടാറില്ല. ചില ആൾക്കാർക്ക് ഡാൻസ് കളിക്കാൻ കഴിവുണ്ട്, പക്ഷെ ആരെയും മുമ്പിലും ഡാൻസ് ഒന്നും കളിക്കാറില്ല. അങ്ങനെയാണ്. നമുക്കിവിടെ ഒരു കഴിവുമില്ല, എന്നാലും നമ്മൾ എല്ലാവരും മുമ്പിലും പാട്ടും പാടും ഡാൻസും കളിക്കും, എല്ലാം ചെയ്യാറുണ്ട് ഇല്ലേ? ഡാർക്ക് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ ഹിഡൻ ടാലന്റ് എന്നാണ് കേട്ടോ. ഹിഡൻ ടാലന്റ്. അടുത്ത ബീറ്റ് എ ഡെഡ് ഹോഴ്സ്. അടുത്ത് ഇപ്പൊ കുതിര ചത്ത് കിടക്കുകയാണ്, അടിച്ചെഴുന്നേപ്പിച്ചിട്ട് ഓട് കുതിര എന്ന് പറഞ്ഞാൽ ഓടുക പിള്ളേരെ? നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ 10ാം ക്ലാസ്സിൽ SSLC 8 നിലയെ പൊട്ടി കണ്ണും തള്ളി വീട്ടിനകത്തിരിക്കുകയാണ്. ആൾക്കാർ വന്ന് ചോദിക്കുകയാണ് അല്ലേ? മുറി തുറന്നു വന്ന ആൾക്കാർ വന്ന് ചോദിക്കും, മക്കളെ ഇതും കൂടെ പഠിച്ചിരുന്നെങ്കിൽ നീ ജയിച്ചേനേടാ എന്ന് പറഞ്ഞിട്ട് കാര്യം വല്ലതും ഉണ്ടാ? പൊട്ടി കണ്ണും തള്ളി ഇരിക്കുകയാണ്, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇല്ലേ? ബീറ്റ് എ ഡെഡ് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ആൻ ഇഷ്യൂ ദാറ്റ് ഓൾറെഡി എൻഡ്. അവസാനിച്ച കാര്യത്തെക്കുറിച്ച് വീണ്ടും സംസാരിക്കാം. വീണ് കാലൊടിഞ്ഞിരിക്കുകയാണ്, പതുക്കെ പോയിരുന്നെങ്കിൽ വീഴൂലായിരുന്നു, കാലൊടിയില്ലായിരുന്നു പറഞ്ഞിട്ട് കാര്യമുണ്ടാ? പോവുകയും ചെയ്ത്, വീഴുകയും ചെയ്ത്, കാലൊടിയുകയും ചെയ്തു ഇല്ലേ? അപ്പം ബീറ്റ് എ ഡെഡ് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ആൻ ഇഷ്യൂ ദാറ്റ് ഓൾറെഡി എൻഡ്. അവസാനിച്ച ഈ ചത്ത കൊച്ചിന്റെ ജാതകം എഴുതിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അവസാനിച്ച കാര്യത്തെക്കുറിച്ച് വീണ്ടും സംസാരിക്കുക. ഓക്കെ. ഒരു കല്യാണം കഴിച്ചു, 8 നിലയിൽ ഫെയില്യൂർ ആയിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യം വല്ലതും ഉണ്ടോ പിള്ളേരെ? അത് തന്നെയാണ് പറയുന്നത്. ബീറ്റ് എ ഡെഡ് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ആൻ ഇഷ്യൂ ദാറ്റ് ഓൾറെഡി എൻഡ്. ഇനി റൈഡ് എ ഹൈ ഹോഴ്സ്. ഓർമ്മയിലിരിക്കുക, റൈഡ് എ ഹൈ ഹോഴ്സ്. നിങ്ങൾ ഈ ഊട്ടിയിലാണെങ്കിലും കൊടൈക്കനാലാണെങ്കിലും അങ്ങനെയുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ കുതിരയെ നിർത്തിയിട്ടുണ്ട് ഇല്ലേ? റൈഡിങ്ങിനാണ് നിർത്തിയിരിക്കുന്നത്. അതിൻ്റെ മണ്ടയിൽ നിങ്ങൾ കയറും,
എന്നിട്ട് നിങ്ങൾ റൈഡ് ചെയ്യും, നിങ്ങളെല്ലാം ഓട്ടിച്ചുകൊണ്ട് പോകണം കേട്ടോ. എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ എടുത്ത് പൊത്തനെടുത്ത് ചാട്ടനൊക്കെ തള്ളിയെടുത്ത് മണ്ടയിൽ വെച്ച് തരും, കയറ്റി വയ്ക്കും. എന്ത് ചെയ്യുന്നുണ്ട്, മറ്റേ നമ്മൾ എടുത്ത് ഇരുത്തിയിരിക്കുമ്പോഴിരിക്കും, പിള്ളേർ പിടിച്ചിരിക്കാറുണ്ട്. നിങ്ങൾ പെൺകുട്ടികളാണ് കയറിയെന്ന് വെച്ചോ, കയറിയതിന് ശേഷം നിങ്ങൾ ആദ്യം ചെയ്യുന്ന കുതിരയുടെ മണ്ടയിൽ കയറിയതിന് ശേഷം ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചേട്ടനോട് പറഞ്ഞ് ഒരു ഫോട്ടോ എടുപ്പിക്കും, കണ്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് ആ ഫോട്ടോ കുതിരയുടെ മണ്ടയിൽ ഇരിക്കുന്നതായിട്ട് ഫോട്ടോ എടുക്കും. എന്നിട്ട് അന്ന് തന്നെ നിങ്ങൾ DP ആക്കും. ആൾക്കാരെല്ലാം നിങ്ങളോട് ചോദിക്കില്ല, നീ കുതിരയെ ഓട്ടിച്ചോ, കുതിരയുടെ മണ്ടയിൽ കയറിയോ, അഭിമാനമില്ലേ പിള്ളേരെ? കയറി. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ അങ്ങ് തള്ളി അങ്ങ് പറയും. എന്തെന്ന് പറയും, ഞാനാണ് ഓട്ടിച്ചത്, നല്ല രസമായിരുന്നു, വളരെ കംഫർട്ടായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്, ചുമ്മാ പറയും. റൈഡ് എ ഹൈ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ ടു ബി പ്രൗഡ്, അഭിമാനം കൊള്ളുക എന്നാണ് കേട്ടോ. കുതിരയുടെ മണ്ടയിൽ കയറുക എന്ന് പറഞ്ഞാൽ അഭിമാനം കൊള്ളുക, ആനയുടെ മണ്ടയിൽ കയറുക എന്ന് പറഞ്ഞാൽ അഭിമാനം കൊള്ളുക എന്നൊക്കെ പറയില്ലേ. റൈഡ് നിങ്ങൾ പറയണം കേട്ടോ, ഈ ഒരു ഇടിയം മാറ്റി വെച്ചിരിക്കണം. നിങ്ങൾക്ക് ജോലി കിട്ടുമ്പോഴത്തേക്കും അച്ഛനടുത്ത് പറയണം, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയണം, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയണം, നിങ്ങളെ ഫോട്ടോ ഇട്ടിട്ട് റൈഡ് എ ഹൈ ഹോഴ്സ് എന്നിടെ. ടു ബി പ്രൗഡ്, അഭിമാനം കൊള്ളുക. അച്ഛൻ ഈ ഫോട്ടോയും വെച്ചുകൊണ്ടിരിക്കും, റൈഡ് എ ഹൈ ഹോഴ്സ് എന്നിടണം, നേരത്തെ ആക്കി കൊടുക്കുക. റൈഡ് എ ഹൈ ഹോഴ്സ് ടു ബി പ്രൗഡ്, അഭിമാനം കൊള്ളുക എന്നാണ്. അപ്പൊ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ കരയെ പിടിച്ചിട്ട് മീന് പടഞ്ഞു കിടക്കും. ദേ അൺകംഫർട്ട്. ഹോൾഡ് യുവർ ഹോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടിഞ്ഞാണിടുക, ദേഷ്യം കൺട്രോൾ ചെയ്യുക. ടു ബി പേഷ്യൻസ്, ക്ഷമയുള്ളവരായിട്ട് മാറുക. ഡാർക്ക് ഹോഴ്സ്, ഡാർക്ക് കളറ് ഹിഡൻ, ഹൈഡ് ചെയ്ത് വെക്കുന്നു, ഹിഡൻ ടാലന്റ്. ബീറ്റ് എ ഡെഡ് ഹോഴ്സ്, കണ്ടിന്യൂ ആൻ ഇഷ്യൂ ദാറ്റ് ഓൾറെഡി എൻഡ്. ഇനി റൈഡ് എ ഹൈ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ ടു ബി പ്രൗഡ്, അഭിമാനം കൊള്ളുക. അടുത്ത ഡോങ്കീസ് വർക്ക്, ഡോങ്കീസ് ഇയർ. രണ്ടെണ്ണം ഒരുമിച്ച് പഠിക്കണം കേട്ടോ. ഡോങ്കീസ് വർക്ക്, ഡോങ്കീസ് ഇയർ. തൊഴിലുറപ്പുകാരെ കുറിച്ച് ഓർക്കണം കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ തൊഴിലുറപ്പുകാരെ ഉണ്ടാവും കുട്ടികളെ. അപ്പോൾ നോക്കിയാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കണം കേട്ടോ. ഈ സാധാരണ തൊഴിലുറപ്പുകാരൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ദൂരെ നിൽക്കുന്ന തൊഴിലുറപ്പുകാരെ കാണുന്നുണ്ട്. അവർ വെട്ടുന്ന, അല്ലെങ്കിൽ മൺവെട്ടി കൊണ്ട് വെട്ടുന്ന വെട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ സങ്കടപ്പെടും, അപ്പോൾ ഇങ്ങനെയാണല്ലോ വെട്ടുന്നത്. അടുത്ത് നോക്കുമ്പോഴത്തേക്കും മൺവെട്ടി ഒന്നും കാണില്ല, വെറും കമ്പിട്ട് അടിക്കുന്നതായിരിക്കും. ഡോങ്കീസ് വർക്ക്, നമ്മൾ ദൂരെ നോക്കിയാൽ ഹാർഡ് വർക്കിംഗ് ആണെന്ന് തോന്നും. ഇവര് ആ പുല്ലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചവിട്ടി ഇരുന്നും നിരങ്ങിയൊക്കെയാണ് ആ പുല്ലൊക്കെ താഴ്ത്തി വെച്ചിട്ട് പോകണമെന്ന് നോക്കിയാൽ. ഡോങ്കീസ് വർക്ക് എന്ന് പറഞ്ഞാൽ ഹാർഡ് ആൻഡ് ബോറിംഗ് വർക്ക്. ഹാർഡ് ആൻഡ് ബോറിംഗ് വർക്ക്. ഹാർഡ് വർക്കാണ്, പക്ഷെ ബോറിംഗ് ആണ്, കാണാൻ സുഖമില്ലാത്ത വർക്ക്. കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കുന്ന പരിപാടി കണ്ടിട്ടുണ്ടോ? വലിയ പ്ലേറ്റിൽ കുറച്ച് ചോറ് കൊടുക്കും, കുഞ്ഞുങ്ങൾ തല വഴി ചോറൊക്കെ വാരി എറിഞ്ഞിരിക്കുന്നു തിന്നും, കണ്ടിട്ടുണ്ടോ? മൊത്തം ചോറായിരിക്കും, തറയിലും നെറ്റിയിലും തലയിലും ഒക്കെ ചോറായിരിക്കും. അങ്ങനെ ഡോങ്കീസ് വർക്ക് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിട്ട് ഹാർഡ് വർക്കാണ്. നമ്മളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ വലിയ ഒരു ചെറിയ പ്ലേറ്റിൽ നിറയെ ചോറെടുത്താലും ഒരു പറ്റ് പോലും കറയാതെ നമ്മൾ തിന്നും. നമ്മളെ സംബന്ധിച്ചിട്ട് ഈസി ടാസ്കും അവരെ സംബന്ധിച്ചിട്ട് ഹാർഡ് വർക്കും. പഠിച്ചോ? ഡോങ്കീസ് വർക്ക് എന്ന് പറഞ്ഞാൽ ഹാർഡ് ആൻഡ് ബോറിംഗ് വർക്ക്. ഈ തൊഴിലുറപ്പുകാർ ഒരു തെങ്ങിന്റെ മൂടൊക്കെ കിളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര ദിവസം നിൽക്കും? ഒരു ദിവസം കൊണ്ടാണ്, 2 ദിവസം കൊണ്ടാണ്, ചിലപ്പോൾ ഒരാഴ്ചയോ 1 മാസമോ അവരവിടെ നിന്ന് കളയും. കണ്ടിട്ടുണ്ടോ? വെരി ലോങ് പീരീഡ്. ഡോങ്കീസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ലോങ് പീരീഡ് എന്നാണ് കേട്ടോ. അപ്പം ഡോങ്കീസ് വർക്കും ഡോങ്കീസ് ഇയറും പറയാൻ വേണ്ടി തൊഴിലുറപ്പുകാരെ ഓർക്കുക. എങ്ങനെ ഓർക്കുന്നു? ഡോങ്കീസ് വർക്ക് എന്ന് പറഞ്ഞാൽ ഹാർഡ് ആൻഡ് ബോറിംഗ് വർക്ക്, ഡോങ്കീസ് ഇയർ എന്ന് പറഞ്ഞാൽ വെരി ലോങ് പീരീഡ്. അടുത്ത് നോക്കിയാണ് ലയൺസ് ഷെയർ. ലയൺസ് ഷെയർ ഈ പണ്ടത്തെ കാലത്തൊക്കെ കുട്ടികളെ ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പകുതി എടുക്കാന്ന് പറഞ്ഞ് ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? മുട്ടായിയൊക്കെ കടിച്ച് പകുതി എടുക്കുക. ചില ആൾക്കാർ കടിച്ച് പകുതി എടുക്കുമ്പോൾ അതിന്റെ 3/4 പോകും നമ്മളെ വായി തന്നെ പോകും. കണ്ടിട്ടുണ്ടോ? അയ്യോ അളിയ എത്രയേ ഉള്ളെന്ന് പറയും. കണ്ടിട്ടുണ്ടോ? ലയൺസ് ഷെയർ മീൻസ് മേജർ പാർട്ട് ഓഫ് സംതിങ്, എന്തിൻ്റെങ്കിലും ബഹുഭൂരിഭാഗം. ബിസിനസിന്റെ കാര്യത്തിലേക്കാണ് പറയുന്നത് കേട്ടോ. ലയൺസ് ഷെയർ എന്ന് പറഞ്ഞാൽ മേജർ പാർട്ട്. അടുത്ത് നോക്കിയാണ് കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. മുത്തശ്ശിമാര് കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? ഉള്ള കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത്. പട്ടാളത്തിൽ നിന്ന് ചേട്ടൻ പറയുന്ന കഥ, കൊക്ക് ആൻഡ് ബുൾ സ്റ്റോറി. ചില ആൾക്കാർ പറയുന്ന കഥ എങ്ങനെയാണ് പിള്ളേരെ? എന്ത് ചെയ്യുന്നോടെ, ഒരു വെടിക്ക് ഞാൻ 4 പട്ടാളം എന്ത് ചെയ്യുന്നോടെ ഭീകരവാദികളെ കൊന്നു എന്നൊക്കെ പറയല്ലേ. അമ്മൂമ്മയൊക്കെ കഥ പറഞ്ഞു കൊടുക്കില്ലേ, ഭയങ്കരമായ കഥകൾ. പിള്ളേർ വായൊക്കെ തുറന്ന് കഥയും കേട്ടോണ്ടിരിക്കുന്ന കണ്ടിട്ടുണ്ടാവും. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെ ഇരിക്കുമല്ലോ. പിള്ളേർ അപ്പോഴേ എന്ത് ചെയ്യുന്നോടെ അമ്മച്ചീരെ തലക്കിട്ട് അടിച്ചു കൊടുക്കും. കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ് കേട്ടോ. ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി. നിങ്ങൾ ഹരീഷ് കണാരന്റെ ഒരു സ്കിറ്റ് ഉണ്ടല്ലോ, പഴയൊരു സ്കിറ്റ് ഉണ്ടല്ലോ, അദ്ദേഹം മറ്റേ എന്ത് ചെയ്യുന്നോടെ തള്ളു കഥകളുമായിട്ട് വരുന്ന സ്കിറ്റ്. കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി, കെട്ട് കഥകൾ, മെനഞ്ഞെടുത്ത കഥകൾ. അദ്ദേഹം അതിൽ കുറേ കഥകളൊക്കെ പറയുന്നുണ്ട്. എന്തോ ഒരു പട്ടാളത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ കഥകളൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി, ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ്. അടുത്ത നോക്കിയാണ് കിൽ 2 birds with 1 stone. അല്ലേ? അച്ചീവ് 2 things with സിംഗിൾ എഫേർട്ട്. നമ്മൾ പറയില്ലേ ഒരു കല്ലുകൊണ്ട് 2 പക്ഷികളെ കൊന്നു എന്ന് പറയില്ലേ? അച്ചീവ് 2 things വിത്ത് സിംഗിൾ എഫേർട്ട്. ഒരു സിംഗിൾ എഫേർട്ടിൽ 2 കാര്യങ്ങൾ നേടിയെടുക്കുക. അതാണ് കിൽ 2 birds with 1 stone എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞേ, ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകംഫർട്ടബിൾ. അതേപോലെ എന്ത് ചെയ്യുന്നു? ഹോൾഡ് യുവർ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ ടു ബി പേഷ്യൻസ്, ക്ഷമയുള്ളവരായിട്ട് മാറുക. അതേപോലെ എന്ത് ചെയ്യുന്നൂടെ
ഡാർക്ക് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ ഹിഡൻ ടാലന്റ്. ബീറ്റ് എ ഡെഡ് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ആൻ ഇഷ്യൂ ദാറ്റ് ഓൾറെഡി എൻഡ്. കണ്ടിന്യൂ ആൻ ഇഷ്യൂ ദാറ്റ് ഓൾറെഡി എൻഡ്. റൈഡ് എ ഹൈ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ ടു ബി പ്രൗഡ്. എന്ത് ചെയ്യുന്നൂടെ? റൈഡ് എ ഹൈ ഹോഴ്സ് ടു ബി പ്രൗഡ്. അപ്പൊ നിങ്ങൾക്ക് ജോലിയൊക്കെ കിട്ടുമ്പോൾ ഇടാം കേട്ടോ. റൈഡ് എ ഹൈ ഹോഴ്സ്. എൻ്റെ ഭാര്യയുടെ ഫോട്ടോ ഇടാം, അല്ലെങ്കിൽ നിങ്ങളെ ഭാര്യ ഭർത്താവ് ചേട്ടാ നിങ്ങളെ ഫോട്ടോ കിട്ടിയിട്ട് റൈഡ് എ ഹൈ ഹോഴ്സ് എന്ന് ഇടാൻ പറയണം കേട്ടോ. ടു ബി പ്രൗഡ്. അച്ഛനോട് പെമ്പിള്ളേർ പറയണം, അമ്മയോട് അമ്പിള്ളേർ പറയണം റൈഡ് എ ഹൈ ഹോഴ്സ്. എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളെ ഫോട്ടോ വെച്ചിട്ട് പറയാൻ എന്തെങ്കിലും പറയാൻ പറ്റണം കേട്ടോ. റൈഡ് എ ഹൈ ഹോഴ്സ് ടു ബി പ്രൗഡ്. ഡോങ്കീസ് വർക്ക് എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പുകാരെ ഓർക്കാൻ പറഞ്ഞു. ഹാർഡ് ആൻഡ് ബോറിംഗ് വർക്ക്. ഡോങ്കീസ് ഇയർ എന്ന് പറഞ്ഞാലോ വെരി ലോങ് പീരീഡ്. വെരി ലോങ് പീരീഡ്. ഇനി ലയൺസ് ഷെയർ എന്ന് പറഞ്ഞാലോ മേജർ പാർട്ട് ഓഫ് സംതിങ്. മേജർ പാർട്ട് ഓഫ് സംതിങ്. എന്തിൻ്റെങ്കിലും ബഹുഭൂരിഭാഗം. കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ്, മെനഞ്ഞെടുത്ത കഥകള്. ഇനി അതേപോലെ കിൽ ടു ബേർഡ്സ് വിത്ത് സിംഗിൾ, അല്ലെങ്കിൽ കില്ല് ടു ബേർഡ്സ് വിത്ത് വൺ സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചീവ് ടു തിങ്സ് വിത്ത് സിംഗിൾ എഫേർട്ട്. അച്ചീവ് ടു തിങ്സ് വിത്ത് സിംഗിൾ എഫേർട്ട്. ഒന്നും കൂടെ പറഞ്ഞേ. ഒന്നാമത്തത് ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ, അൺകംഫർട്ടബിള്, ഹോൾഡ് യുവർ ഹോഴ്സ്, ടു ബി പേഷ്യന്റ്, ഡാർക്ക് ഹോഴ്സ്, ഹിഡൻ ടാലന്റ്, ബീറ്റ് എ ഡെഡ് ഹോഴ്സ്, കണ്ടിന്യൂ ആൻ ഇഷ്യൂ ദാറ്റ് ഓൾറെഡി എൻഡ്, റൈഡ് എ ഹൈ ഹോഴ്സ്, ടു ബി പ്രൗഡ്. അതേപോലെ ഡോങ്കീസ് വർക്ക്, ഹാർഡ് ആൻഡ് ബോറിംഗ് വർക്ക്. ഡോങ്കീസ് ഇയർ, വെരി ലോങ് പീരീഡ്. ലയൺസ് ഷെയർ എന്താണെന്ന് പറഞ്ഞു? മേജർ പാർട്ട്. കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി, ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ്. അതേപോലെ കിൽ ടു ബേർഡ്സ് വിത്ത് സിംഗിൾ സ്റ്റോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിത്ത് എ വൺ സ്റ്റോൺ എന്ന് പറയുന്നത് അച്ചീവ് ടു തിങ്സ് വിത്ത് സിംഗിൾ എഫേർട്ട്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം, അടുത്ത് നോക്കാം. അടുത്താണ് ക്യൂർ ഫിഷ്. കുട്ടികൾ എങ്ങനെ ഒരു ഫിഷിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ക്യൂർ ഫിഷ് എന്ന് പറഞ്ഞിട്ട് ഒരു മീനിന്റെ പേര് വല്ലതും കേട്ടിട്ടുണ്ടോ? സ്ട്രേഞ്ച് അല്ലേ ഇത്? സ്ട്രേഞ്ച് പേഴ്സൺ. അതിന്റെ മീനിങ് ആണ് സ്ട്രേഞ്ച് പേഴ്സൺ. ക്യൂർ ഫിഷ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്തുണ്ടായി? സ്ട്രേഞ്ച് പേഴ്സൺ, അന്യരായിട്ടുള്ള ആൾക്കാർ, അപരിചിതരായിട്ടുള്ള ആൾക്കാരെ ക്യൂർ ഫിഷ് എന്ന് പറയാം കേട്ടോ. ക്യൂർ ഫിഷ്, സ്ട്രേഞ്ച് പേഴ്സൺസ് എന്നാണ് പറയുന്നത്. അടുത്ത് നോക്കിയാണ്ടേ, ഗെറ്റ് സംബഡീസ് ഗോട്ട്. ഗെറ്റ് സംബഡീസ് ഗോട്ട് എന്ന് പറഞ്ഞാൽ ഇറിറ്റേറ്റ് സംബഡി. ആരെയെങ്കിലും ഇറിറ്റേറ്റ് ചെയ്യുക. നമ്മൾ ചുമ്മാ ചൊടി പിടിപ്പിക്കുക എന്നൊക്കെ പറയാറുണ്ടല്ലോ, ഇറിറ്റേറ്റ് ചെയ്യുക. അപ്പൊ ഗെറ്റ് സംബഡീസ് ഗോട്ട് മീൻസ് ഇറിറ്റേറ്റ് ചെയ്യുക, മറ്റുള്ളവരെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യുന്നതിന് പറയുന്നത് കേട്ടോ. അടുത്ത നോക്കിയാണ് ക്യാഷ് കൗ. അതായത് ചില ആൾക്കാരുണ്ട്, എന്തെങ്കിലും പറഞ്ഞാൽ മതി അവർ പൈസ നമുക്ക് തരും, അല്ലേ? ഈസി വേ ടു, അല്ലെങ്കിൽ കളക്ട് മണി. വളരെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരെയൊക്കെ ക്യാഷ് കൗസ്. ആൾക്കാരെയല്ല, ക്യാഷ് കറവ് പശു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എന്ത് ചെയ്യുന്നുണ്ട്? വെരി ഈസി വേ ടു, അല്ലെങ്കിൽ മേക്ക് മണി. ഈസി വേ ടു മേക്ക് മണി. നമുക്ക് പെട്ടെന്ന് പൈസയൊക്കെ തരുന്ന ആൾക്കാരെയൊക്കെ. നിങ്ങൾ നിറം സിനിമയിൽ ജോമോളിന്റെ ക്യാരക്ടർ കണ്ടിട്ടുണ്ടോ? ജോമോളിന്റെ എപ്പോഴും തട്ടി താഴെ വീഴുന്ന ക്യാരക്ടർ. അവൾ കുറെ പൈസ ആയിട്ട് വരും, ആര് ചോദിച്ചാലും കൊടുക്കും. ക്യാഷ് കൗ മീൻസ് ഈസി വേ. എന്ത് ചെയ്യുന്നൂടെ? അല്ലെങ്കിൽ എ പേഴ്സൺ ഹു ഗീവ്സ് മണി വിത്തൗട്ട് എഫേർട്ട്. ആരും എഫേർട്ട് എടുക്കാതെ പൈസ കൊടുക്കുന്ന ആൾക്കാരെയൊക്കെ ക്യാഷ് കൗസ് എന്ന് പറയും. ഇനി ബ്ലാക്ക് ഷീപ്പ് നോക്കിയോണേ. ബ്ലാക്ക് ഷീപ്പ് പാഠപുസ്തകത്തിലൊക്കെ ഉള്ള വാക്കാണ്. ബ്ലാക്ക് ഷീപ്പ് നമ്മൾ കുടുംബത്തിലൊക്കെ ഈ കല്യാണമൊക്കെ നടക്കുമ്പോഴേ ബന്ധുക്കളൊക്കെ വരുന്ന ഒരു ഒക്കേഷനൊക്കെ ആൾക്കാരിങ്ങനെ സംസാരിക്കും. ഒരു പയ്യനുണ്ട്, ഒരു പയ്യൻ കുടുംബത്തിലൊരു പയ്യൻ മുടിയൊക്കെ വളർത്തി ഇങ്ങനെ നടക്കുകയാണെന്ന് വെച്ചോണം കേട്ടോ. കുറച്ച് മോഡേൺ ആയിട്ട് നടക്കുന്നു. അപ്പോൾ ആൾക്കാരെല്ലാവരും സംസാരിക്കുന്നത് അവനെ കുറിച്ചായിരിക്കും. മനുഷ്യക്കോലമാണോ, അതാണോ, ഇതാണോ, എല്ലാവരും സംസാരിക്കും. കണ്ടിട്ടുണ്ടായിരിക്കുമല്ല. നാളെ ഒരു കാലത്ത് ജോലിയൊക്കെ അവനാവുമ്പോഴത്തേക്കും പറയും നല്ലൊരു പയ്യനായിരുന്നു, ഈ ബന്ധുക്കൾ തന്നെ പറയും. അപ്പോഴും അവൻ ആ രൂപത്തിൽ തന്നെയായിരിക്കും, എന്നാൽ ആൾക്കാർ നല്ലൊരു പയ്യനെന്ന് പറയും. എപ്പോഴും ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, അവനെ കണ്ടുപിടി, നീ അവനെ കണ്ടുപിടി, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും കുടുംബത്തിൽ ഒരു ചെറുക്കം കാണും, എല്ലാവരെയും പറയിപ്പിക്കാൻ വേണ്ടിയിട്ടെന്ന് പറയാം, ഇല്ലേ? ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞാൽ ഡിസ്റെപ്യൂട്ടഡ് മെമ്പർ ഇൻ എ ഫാമിലി. ആർക്കും കണ്ടുകൂടാത്ത ആൾക്കാർ, കുടുംബത്തിൽ ആർക്കും കണ്ടുകൂടാത്ത ആൾക്കാർ. ബ്ലാക്ക് ഷീപ്പ്, ഡിസ്റെപ്യൂട്ടഡ് മെമ്പർ ഇൻ എ ഫാമിലി. ഓക്കെ, അടുത്താണ് വൂൾഫ് ഇൻ എ ഷീപ്സ് ക്ലോത്തിങ്ങും പേപ്പർ ടൈഗറും. രണ്ടും ഒരുമിച്ച് പഠിക്കണം കേട്ടോ. ആട്ടുംതോലിട്ട ചെന്നായ, പിന്നെ പേപ്പർ ടൈഗർ. ചില ആൾക്കാരെ കണ്ടോണ്ടാ കുറിയൊക്കെ തൊട്ട് അടിപൊളിയായിട്ടിരിക്കും. നമ്മൾ വിചാരിക്കും പാവമൊന്നും, ഇല്ലേ? നമ്മൾ ചെന്ന് പരിചയപ്പെടും, എന്ത് ചെയ്യുന്നോടെ? അതെങ്ങനെയായിരിക്കും? വളരെ ക്രൂരന് കൈയും കാലും വെച്ച സാധനമായിരിക്കും. കണ്ടിട്ടുണ്ടായിരിക്കുമല്ല. കണ്ടാൽ പാവം തോന്നും, പക്ഷെ പന്നുകളായിരിക്കും. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നത്? കാഴ്ചയിൽ നിങ്ങൾ ആരെ ഓർത്താൽ മതി ചേട്ടാ? ഗ്രീഷ്മിനെ ഓർത്താൽ മതി ചേട്ടാ. കുറിയൊക്കെ തൊട്ടിരിക്കുന്നത് എന്ത് ഐശ്വര്യമുള്ള കൊച്ചാണ്, എന്ത് ചെയ്യും? പക്ഷെ മനസ്സ് മൊത്തവും പന്നത്തനമാണ്, അല്ലേ? വൂൾഫിനെ ഷീപ്സ് ക്ലോത്തിങ് ലുക്ക് പുവർ ബട്ട് ഡേഞ്ചർ. കാഴ്ചയിൽ പാവം, പക്ഷേ എങ്ങനെയുള്ള ആൾക്കാരാണ്? കാഴ്ചയിൽ പാവം പക്ഷെ ക്രൂരലായിട്ടുള്ള ആൾക്കാർ. ലുക്ക് പുവർ
ബട്ട് ഡേഞ്ചർ. ലുക്ക് പുവർ ബട്ട് ഡേഞ്ചർ. എന്നാൽ പേപ്പർ ടൈഗർ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ഈ പണ്ടത്തെ കാലത്തൊക്കെ ഈ കുഞ്ഞുങ്ങൾക്ക്, പണ്ടത്തെ കാലത്താണ് കേട്ടോ, ഈ കുഞ്ഞുങ്ങൾക്ക് പൊടിക്ക കുഞ്ഞുങ്ങൾക്കൊക്കെ ചോറ് കൊടുക്കുന്ന കണ്ടിട്ടുണ്ടാവും. എടുത്ത് അമ്മമാർ ഇടുപ്പത്ത് വെച്ചിട്ട് ആ ഏരിയയിൽ, ആ ലൊക്കാലിറ്റിയിൽ ഒരു ചേട്ടൻ കാണും, അല്ലെങ്കിൽ ഒരു മാമൻ കാണും, താടി മീശയൊക്കെ വളർത്തിയിട്ടുള്ള ഒരു മാമൻ കാണും. അപ്പോൾ ആ മാമനെ കാണുമ്പോഴേ കുഞ്ഞിനെ പേടിയായിരിക്കും. പണ്ടത്തെ കാലത്ത് ഈ താടി മീശ എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക്, കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. ഇന്നത് പിള്ളേർക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. പിള്ളേർ വേണമെങ്കിൽ കത്തിക്കും അത്. നോക്കിയോ, അന്നത്തെ അമ്മമാർ ഈ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കുന്നത് ഈ മാമനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടായിരിക്കും. മാമ അതുവഴി മാമനെ വിളിക്കട്ടാന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞങ്ങ് ചോറ് തിന്നും. ഇന്ന് മാമനെ വിളിക്കട്ടെന്ന് പറയും, വിളിയെന്ന് പറയും, ചെറുക്കൻ തല്ലിക്കൊല്ലുകയും ചെയ്യും. പണ്ടത്തെ ഒരു മാമൻ എഫക്റ്റ് ഇന്നത്തെ കാലത്തില്ല. പണ്ട് മാമൻ വളരെ എഫക്റ്റ് ആയിട്ടുള്ള ഭീകരനായിട്ടുള്ള സാധനമായിരുന്നു. പക്ഷെ സത്യത്തിലെ മാമൻ പാവമായിരുന്നു. താടി മീശയൊക്കെ ഉള്ളതെന്നുള്ളൂ. സിറിഞ്ച് കണ്ട അന്ന് ബോധം പോണ ആളായിരിക്കും മാമൻ. നോക്കിയോ, അപ്പോൾ പേപ്പർ ടൈഗർ എന്ന് പറഞ്ഞാൽ ലുക്ക് ഡേഞ്ചർ ബട്ട് പുവർ കേട്ടോ. ലുക്ക് ഡേഞ്ചർ ബട്ട് പുവർ. കാഴ്ചയിൽ ഭീകരനെ പോലെ തോന്നും, പക്ഷെ പഞ്ചഭാവമായിട്ടുള്ള ആൾക്ക്. നിങ്ങൾ ജോണി എസ് പപ്പ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ കുട്ടികളെ? അതിനകത്ത് കണ്ടിട്ടുണ്ടാകും എന്ത് ചെയ്യുന്നൂടെ, കലാഭവൻ ഷാജുവിൻ്റെ ഗുണ്ടയായിട്ട് നമ്മളെ അബു സലീം നിൽക്കുന്നുണ്ട്. ജിമ്മനായിട്ട് അടിച്ചു പിരിക്ക് മുണ്ട കൊടുത്ത് എന്ത് ചെയ്യും, മടത്തൊടുത്ത് മറ്റേ കൈയൊക്കെ ഇങ്ങനെ ചുരുട്ടി കയറ്റിയൊക്കെ നിൽക്കും. കണ്ടിട്ടുണ്ടോ? ഈ കലാഭവൻ ഷാജുവിന് അടി കിട്ടുന്ന സമയത്ത് അദ്ദേഹം അങ്ങനെ തന്നെ നിൽക്കാറുണ്ട്. കണ്ടിട്ടുണ്ടല്ലോ? അപ്പോൾ അവസാനം പറയും, നീ ഒരടി അടിക്കാത്തതെന്ന് മുതലാളി ചോദിക്കുമ്പോൾ പറയും, എൻ്റെ മുതലാളി എനിക്ക് ആമവാദമാണ്, കയ്യും കാലൊന്നും അനങ്ങൂല, ഈ പെണ്ണും പിള്ള മുണ്ട് മടത്തൊടുത്ത് ക്ലിപ്പടിച്ച് വിടുന്നതാണ് എന്ത് ചെയ്യുന്നത്. പക്ഷേ കാഴ്ചയിൽ ഭീകരൻ, പഞ്ചഭാവമായിട്ടുള്ള ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പറയുന്ന പേരാണ് പേപ്പർ ടൈഗർ. അങ്ങനെയുള്ള ആൾക്കാർക്ക് പറയുന്ന പേര് പേപ്പർ ടൈഗർ. കണ്ടിട്ടുണ്ടല്ലോ, പേപ്പർ ടൈഗർ. നിങ്ങൾ മേഘം സിനിമയിൽ ശ്രീനിവാസൻ്റെ കൂടെ ഒരു പൊട്ടൻ ബുള്ളറ്റ് ഓടിച്ചുകൊണ്ട് നടക്കണ്ടിട്ടുണ്ടോ? ശ്രീനിവാസന് മമ്മൂട്ടിയിരുന്ന കയ്യിൽ നിന്ന് അടി കിട്ടുമ്പോഴത്തേക്കും ബുള്ളറ്റ് സ്റ്റാൻഡ് ഇട്ട് വെച്ചിട്ട് പൊട്ട ഓടിക്കളയാൻ കണ്ടിട്ടുണ്ടോ? 2 ആഴ്ച കഴിഞ്ഞാണ് തിരിച്ചു വരും. പേപ്പർ ടൈഗർ എന്ന് പറഞ്ഞാൽ ലുക്ക് ഡേഞ്ചർ ബട്ട് പുവർ. കാഴ്ചയിൽ ഭീകരൻ, പഞ്ചഭാവമായിട്ടുള്ള ആൾക്കാർ. ഓക്കെ, അടുത്ത നോക്കിയാണ്ടായി ക്രൊക്കഡൈൽസ് ടിയേഴ്സും ക്രൈ ഫ്രം ദ ഹാർട്ടും. രണ്ടും പെമ്പിള്ളേർ ഓർക്കണം കേട്ടോ. ഈ പെമ്പിള്ളേരാണ് കരയുന്നത്. മുതലക്കണ്ണീര് കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ ഈ മരണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പെൺകുട്ടികൾ കരയണായിട്ടുണ്ടോ? എന്ത് ചെയ്യുന്നുണ്ടോ? അങ്ങനെ സ്ത്രീകൾ കരയണായിട്ടുണ്ടോ? അയ്യോ പോയി എന്ന് പറഞ്ഞ് നിലവിളിയും കൊലവിളിയായിരിക്കും. കണ്ടിട്ടുണ്ടല്ലോ? എന്ത് ചെയ്യുന്നോടെ, അയ്യോ കളവാ പോയാൽ നിങ്ങൾ എന്നെ കൂടെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ ആകെ വിളിയായിരിക്കും അമ്മച്ചി. എന്ത് ചെയ്യുന്നോടെ, ബോഡിയൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ വരിയും പിള്ളേരെ നമുക്ക് കഞ്ഞി കുടിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ അമ്മച്ചി എന്നെ ആദ്യം വെച്ച് ഓടും. കണ്ടിട്ടുണ്ടല്ലോ? ഫേക്ക് ടിയേഴ്സ് കേട്ടോ, കള്ളക്കണ്ണീര്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ കുട്ടികളെ. നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും ഒരു കുരുത്തക്കേട് ഒപ്പിച്ചു, ഹസ്ബൻഡിന്റെ മുന്നിൽ എന്തെങ്കിലും ഒരു കുരുത്തക്കേട് ഒപ്പിച്ചു, ചേട്ടൻ വരുമ്പോൾ എന്തായാലും വഴക്കിട്ട്. അപ്പം നിങ്ങൾ അന്ന് തലവേദനയും കാണിക്കും. എന്ത് ചെയ്യുന്നുണ്ട്, തലവേദനയും എന്ത് ചെയ്യുന്നുണ്ട്, ചേട്ടാ ഞാനല്ല TV വെച്ചപ്പോഴാണ് ഓണാവാതെ ഇരുന്നതാണ് എന്ന് പറയും. അപ്പോൾ ചേട്ടൻ പറയും കുഴപ്പമില്ലടി എന്ന് പറയും. സത്യത്തിൽ നിങ്ങളാണ് അതിനെ തൊലച്ച് വെച്ചിരിക്കുന്നത്. ക്രൊക്കഡൈൽസ് ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഫേക്ക് ടിയേഴ്സ് കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ് കുട്ടികളെ. നിങ്ങൾ തന്നെ ഒരു പബ്ലിക് പ്ലേസിൽ ഇറങ്ങി ചുമ്മാ ഒന്ന് കരഞ്ഞു നോക്കിയാണ്, എന്ത് ചെയ്യും, ഒന്ന് നിലവിളിച്ച് കരഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഓടിക്കൂടും. ചുമ്മാ കരഞ്ഞാണ് കേട്ടോ. ആൾക്കാർ എന്ത് പറ്റി മോളെ എന്ന് പറഞ്ഞു എന്നെ ചൂണ്ടി കാണിച്ചിട്ടാണ് കരയാണെങ്കിൽ ആൾക്കാർ ഒന്നും ചോദിക്കില്ല, എന്നെ ഇടിച്ച് എന്ത് ചെയ്യുന്നൂടെ തറയിട്ടിരിക്കും. കാരണം ആ കൊച്ചിന് എന്തോ പറഞ്ഞിട്ട് പോയിട്ടാണ് ആ കൊച്ചിന്. സത്യത്തിൽ യാതൊരു പരിചയമില്ലാത്ത ഞാനായിരുന്നു അല്ലേ. അപ്പോൾ ക്രൊക്കഡൈൽസ് ടിയേഴ്സ്, ഫേക്ക് ടിയേഴ്സ്. നിങ്ങൾ അണ്ണൻ തമ്പി സിനിമ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് സ്ത്രീ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റേ ഡിണ്ടുകല്ലിൽ പോയ മരിച്ചുപോയ അമ്മാവനെയും കൊണ്ട് ആംബുലൻസിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും വാതിൽ തുറക്കുമ്പോൾ പോയടാ മോനെ അമ്മാവും പോയെന്ന് പറയില്ലേ, ആ കഥ അടയ്ക്കുമ്പോൾ അമ്മായി കരച്ചിരുന്നു. ക്രൊക്കഡൈൽസ് ടിയേഴ്സ്, ഫേക്ക് ടിയേഴ്സ്. എന്നാൽ ക്രൈ ഫ്രം ദ ഹാർട്ട്, ഇതും പെമ്പിള്ളേരാണ് കരയുന്നത് കേട്ടോ. വീട്ടിലാരുമില്ല. എന്ത് ചെയ്യുന്നൂടെ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ കണ്ണ് നിറഞ്ഞൊഴിവാറില്ല കുട്ടികളെ. അപ്പോൾ അതിനെയാണ് ക്രൈ ഫ്രം ദ. അതാണ് സത്യത്തിലുള്ള കരച്ചിൽ. അന്താളിപ്പം വിളിയൊന്നുമില്ല, കൊലവിളിയൊന്നുമില്ല. രാത്രിയൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ കണ്ണ് നിറഞ്ഞൊഴുകുന്നു. ക്രൈ ഫ്രം ദ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഡീപ്പ് ക്രൈ, സങ്കടപ്പെട്ട് കരയുക. ക്രൈ ഫ്രം ദ ഹാർട്ട്, ഡീപ്പ് ക്രൈ. ഇപ്പൊ ക്രൊക്കഡൈൽസ് ടിയേഴ്സ്, ഫേക്ക് ടിയേഴ്സ്, ക്രൈ ഫ്രം ദ ഹാർട്ട്, ഡീപ്പ് ക്രൈ. വൂൾഫിഷ് ഐ, ചെന്നായ കണ്ണുകൾ. അപ്പോൾ നിങ്ങൾ ആലോചിച്ചോണം, നിങ്ങളൊരു ബിരിയാണി വാങ്ങിച്ചു, അപ്പുറത്ത് മറ്റൊരാൾ ബിരിയാണി വാങ്ങിച്ചു. അങ്ങനെ സ്ലോലി ആ ബിരിയാണി തിന്നുന്നു, നിങ്ങളാണെങ്കിൽ ആവേശത്തിൽ തിന്നുന്നു. നിങ്ങൾ പെട്ടെന്ന് തിന്നിട്ട് അടുത്തെന്തിനെ നോക്കിയിരിക്കും, അവരുടെ ബിരിയാണി നോക്കിയിരിക്കും. ആളി അതിൽ നിന്നും കൂടെ തിന്നു എന്ന് പറയുമ്പോൾ അതും കൂടെ വാറ്റി തിന്നും. വൂൾഫിഷ് ഐ, ഗ്രീഡി, അത്യാർത്തി എന്നാണ് കേട്ടോ. വൂൾഫിഷ് ഐ എന്ന് പറഞ്ഞാൽ ഗ്രീഡിനെസ്, അത്യാർത്തി എന്നാണ് കേട്ടോ. വൂൾഫിഷ് ഐ, ഗ്രീഡിനെസ്. അടുത്ത് നോക്കിയാണ്ടേ, കീപ്പ് എ വൂൾഫ് ഫ്രം ദ ഡോർ, അവോയ്ഡ് സ്റ്റാർവേഷൻ, ഇല്ലായ്മ മാറ്റുക, പട്ടിണി മാറ്റുക. കീപ്പ് എ വൂൾഫ് ഫ്രം ദ ഡോർ മീൻസ് അവോയ്ഡ് സ്റ്റാർവേഷൻ. ഒന്നും കൂടെ പറഞ്ഞേ, ക്യൂർ ഫിഷ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മീനിനെ കേട്ടില്ല. സ്ട്രേഞ്ച് ആണ്, സ്ട്രേഞ്ച് പേഴ്സൺസ്. ഗെറ്റ് സംബഡീസ് അല്ലെങ്കിൽ ഗെറ്റ് സംബഡീസ് ഗോട്ട് എന്ന് പറഞ്ഞാൽ ഇറിറ്റേറ്റ് സംബഡി ഡീപ്പിലി. ആരെങ്കിലും ഇങ്ങനെ ചൊടിപ്പിക്കുക, ഇറിറ്റേറ്റ് ചെയ്യുക. ഇറിറ്റേറ്റ് സംബഡി ഡീപ്പിലി. ആരെങ്കിലുമൊക്കെ ഇപ്പം മീഡിയാസൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കാറില്ല. എന്തെങ്കിലും വായി തോന്നുന്നു വിളിച്ചു പറയും. ഇറിറ്റേറ്റ് സംബഡി. ക്യാഷ് കൗ എന്ന് പറഞ്ഞാൽ എ ഗുഡ് വേ ടു മേക്ക് മണി. എന്ത് ചെയ്യുന്നു, പൈസ ഒപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മികച്ച വഴികളാണ് ക്യാഷ് കൗ. ഞാൻ ജോമോളുടെ ക്യാരക്ടറൊക്കെ പറഞ്ഞു. ക്യാഷ് കൗ, എ ഗുഡ് വേ ടു മേക്ക് മണി, എ ഗുഡ് വേ ടു മേക്ക് മണി. ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും
കാണാൻ പറ്റുന്ന ആൾക്കാരാണ്. കണ്ണെടുത്താൽ കണ്ടുകൂടാ. ബ്ലാക്ക് ഷിപ്പ് ഡിസ്റെപ്യൂട്ടഡ് മെമ്പർ ഇൻ എ ഫാമിലി. ഡിസ്റെപ്യൂട്ടഡ് മെമ്പർ ഓഫ് എ ഫാമിലി. കുടുംബത്തിൽ ആർക്കും കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ആൾക്കാർ. അടുത്താണ് വൂൾഫ് ഇൻ എ ഷീപ്സ് ക്ലോത്തിങ് എന്ന് പറഞ്ഞാൽ ലുക്സ് പുവർ ബട്ട് ഡേഞ്ചർ. വൂൾഫ് ഇൻ എ ഷീപ്സ് ക്ലോത്തിങ് ലുക്ക് പുവർ ബട്ട് ഡേഞ്ചർ. ഇനി അടുത്തത് എന്ത് ചെയ്യുന്നുണ്ട്? പേപ്പർ ടേക്കർ എന്ന് പറഞ്ഞാൽ ലുക്ക് ഡേഞ്ചർ. അതിന്റെ ഓപ്പോസിറ്റ് ലുക്ക് ഡേഞ്ചർ ബട്ട് പുവർ. ലുക്ക് ഡേഞ്ചർ ബട്ട് പുവർ. ക്രോക്കഡൈൽ സിറ്റിയേഴ്സ് പറഞ്ഞ പെൺകുട്ടികൾ കരയുന്നത്. ക്രോക്കഡൈൽ സിറ്റിയേഴ്സ് ഫേക്ക് ടിയേഴ്സ്. എന്നാൽ ക്രൈ ഫ്രം ദ ഹാർട്ട് എന്ന് പറഞ്ഞാലോ ഡീപ്പ് ക്രൈ. ക്രൈ ഫ്രം ദ ഹാർട്ട് ഡീപ്പ് ക്രൈ. വൂൾഫിഷ് എന്ന് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞു പിള്ളേരെ? ഗ്രീഡി, അത്യാർത്ഥി എന്നാണ് കേട്ടോ. അതേപോലെ കീപ്പ് എ വൂൾഫ് ഫ്രം ദ ഡോർ എന്ന് പറഞ്ഞാലോ അവോയ്ഡ് സ്റ്റാർവേഷൻ. ഒന്നും കൂടെ പറഞ്ഞേ. ക്യൂർ ഫിഷ്, സ്ട്രേഞ്ച് പേഴ്സൺസ്, ഗെറ്റ് സംബഡീസ്. ഗോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറിറ്റേറ്റ് സംബഡി. ഇറിറ്റേറ്റ് സംബഡി ഡീപ്ലി. ഇനി ക്യാഷ് കൗ എന്ന് പറഞ്ഞാലോ എ ഗുഡ് വേ ടു മേക്ക് മണി. ഇതേ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റിയ വഴികൾ. അതിൽ ആ ജോമോളുടെ ക്യാരക്ടറൊക്കെ അങ്ങനെയാണ്. ആര് ചോദിച്ചാലും പൈസയും കൊടുക്കും, തിരിച്ചു പോലും വാങ്ങാറില്ല. ബ്ലാക്ക് ഷീപ്പ് നമ്മളെ കുറിച്ച് തന്നെ ആലോചിച്ചാൽ അതൊക്കെ. ഇപ്പൊ ആർക്കും നമ്മളെ വിലയില്ല. ഡിസ്റെപ്യൂട്ടഡ് മെമ്പർ ഇൻ എ ഫാമിലി. നാളെ ജോലിയെ കിട്ടുമ്പോൾ നല്ല വിലയാണ് പിള്ളേരെ. ഇനി അടുത്ത വൂൾഫിനെ ഷീപ്സ് ക്ലോത്തിങ് എന്ന് പറഞ്ഞാലോ ലുക്സ് പുവർ ബട്ട് ഡേഞ്ചർ. കാഴ്ചയിൽ പാവം, പക്ഷേ എന്ത് ചെയ്യുന്നൂടെ മഹാപന്നകളായിട്ടുള്ള ആൾക്കാർ കേട്ടോ. പേപ്പർ ടേക്കർ എന്ന് പറഞ്ഞാൽ ലുക്ക് ഡേഞ്ചർ ബട്ട് പുവർ. അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടായിരിക്കും. ഇനി ക്രൊക്കഡൈൽ ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഫേക്ക് ടിയേഴ്സ്. ക്രൈ ഫ്രം ദ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഡീപ്പ് ക്രൈ. അടുത്ത വൂൾഫിഷ് എന്ന് പറഞ്ഞാൽ ഗ്രീഡിനെസ്, ഗ്രീഡി. കീപ്പ് എ വൂൾഫ് ഫ്രം ദ ഡോർ എന്ന് പറഞ്ഞാൽ അവോയ്ഡ് സ്റ്റാർവേഷൻ. ഓക്കെ ആണല്ലോ. അടുത്ത് വൈൽഡ് ഗൂസ് ചേസ്. വൈൽഡ് ഗൂസ് എന്ന് പറഞ്ഞാൽ കാട്ടുകോഴി എന്നാണ്. കുട്ടികളെ ഈ കാട്ടുകോഴി ഓട്ടിച്ചിട്ട് പിടിക്കാൻ പറ്റുമോ? ഇല്ല. അവ ഭയങ്കര പാടാണ്. കാരണം നമ്മൾ ഇവിടെ കാണുമ്പം അത് അപ്പുറത്തെ കണ്ടത്തിൽ കാണും, അല്ലെങ്കിൽ തോട്ടത്തിൽ കാണും, അല്ലെങ്കിൽ ഫീൽഡിൽ കാണും, അല്ലേ? വളരെ പാടാണ്. അതിനെ ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റില്ല. നമ്മളെ ബ്രോയിലർ കോഴിയൊക്കെയാണ് ഇത്തുപുരം ഓടിയിട്ട് നീ കൊന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്ന് തരും, അല്ലേ? അപ്പൊ ഗൂൾഡ് അല്ലെങ്കിൽ വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ലെസ് അറ്റംപ്റ്റ്, ഒരു ഉപയോഗമില്ലാത്ത കാര്യങ്ങൾ. ഇപ്പൊ ഇന്ദ്രൻസ് ഒരു സിനിമയിലത്തേക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വണ്ണം വയ്ക്കണം, നല്ല തടിയനായിട്ട് അഭിനയിക്കണം, നടക്കുന്ന കാര്യമാണ് പിള്ളേരെ. എന്ത് ചെയ്യുന്നൂടെ? അദ്ദേഹം എത്ര തിന്നാലും അദ്ദേഹത്തിന്റെ ശരീരപ്രകൃതം അങ്ങനെ തന്നെയാണ്. അപ്പൊ വൈൽഡ് ഗൂസ് ചേസ് മീൻസ് യൂസ്ലെസ് അറ്റംപ്റ്റ്, ഉപയോഗമില്ലാത്ത പ്രവൃത്തി. നിങ്ങൾ തന്നെ ആലോചിച്ചു, നിങ്ങൾ IAS വേണ്ടി പ്രിപ്പയർ ചെയ്യണം. എന്ത് ചെയ്യുന്നൂടെ? ഇത് തന്നെ എഴുതി പിടിക്കാൻ പറഞ്ഞ പാട് ദൈവത്തിന് പറയാം, നിങ്ങൾക്ക് അറിയാം. IAS വേണ്ടി പഠിക്കണം എന്ന് പറയും, 4 ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ കണ്ണും തള്ളി ഇരുന്നിട്ട് കാര്യം വല്ലതും ഉണ്ടാ? അപ്പൊ പറയും വൈൽഡ് ഗൂസ് ചേസ്, യൂസ്ലെസ് അറ്റംപ്റ്റ്. അടുത്ത ബുള്ളിനെ ചൈന ഷോപ്പ്. അമ്മായിയമ്മയെ ഓർക്കണം കേട്ടോ. അമ്മായിയമ്മ എന്ത് ചെയ്യുന്നോടെ? നീ കാര്യം പറഞ്ഞുതരാം. നിങ്ങളെ എന്ത് ചെയ്യുന്നു? മിഥുനം സിനിമ കണ്ടിട്ടുണ്ടോ കുട്ടികളെ? മിഥുനം സിനിമ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് മോഹൻലാലും ഉർവശിയാണ് എന്ത് ചെയ്യുന്നുണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. മോഹൻലാൽ പ്രണയിച്ചാണ് ഉർവശിയെ കല്യാണം കഴിക്കുന്നത്, കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. മോഹൻലാൽ അടിച്ചുകൊണ്ടൊക്കെ വന്നിട്ട് എന്ത് ചെയ്യുന്നു? മോഹൻലാലാണെങ്കിൽ ആകെ ജീവിതത്തിന് വേണ്ടി ഓടിക്കൊണ്ട് നടക്കുന്ന മനുഷ്യനാണ്. അപ്പൊ അതിൽ തന്നെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഉർവശി പറയുന്നുണ്ട്, ഉർവശി എപ്പോഴും റൊമാൻറ്റിക്കാണ്, വളരെ റൊമാൻറ്റിക്കാണ്. കത്തുകളിലൂടെ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഉർവശി എന്ന് പറയുന്നത്. അപ്പോൾ ഉർവശി പറയുന്നു എന്ത് ചെയ്യുന്നുണ്ട്? അവൻ അടുത്തിരിക്കുന്നില്ല, റൊമാൻറ്റിക് അല്ല, ചേട്ടൻ റൊമാൻറ്റിക് അല്ല, എന്നെ ചക്കരയെന്നും വാവയെന്നും വിളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷയമാണ്, എന്നും വിഷയമാണ്. അവരാണെങ്കിൽ 10 രൂപ ഇല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്? ഓടി നടക്കുന്ന സമയം. ആ സമയത്ത് പറയുന്നു എന്നെ ചക്കരയെന്ന് വിളിക്കുന്നില്ല. ഭയങ്കര പരാതി ഇങ്ങനെ കൂടി വരുന്നു. എല്ലാത്തിനും ഉള്ളത് നീ കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞ് എന്ത് ചെയ്യാം, അത് ചെയ്യാം. ഇപ്പൊ ജീവിതത്തിന്റെ സീരിയസ്നെസ് അങ്ങോട്ട് ഉറവച്ച് കിട്ടിയിട്ടില്ല. അപ്പൊ അവൻ അടുത്തിരിക്കുന്നില്ല, കല്യാണം കഴിഞ്ഞിട്ട് അവളോട് സമയം ചെലവഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരാതിയാണ്. അവൾ പറയുന്നു അവസാനം ഒരു ട്രിപ്പ്, അവളുടെ പരാതി മാറാൻ വേണ്ടിയിട്ട് ഒരു ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തു. കണ്ടിട്ടുണ്ടോ? ഊട്ടിക്ക് ഒരു ട്രിപ്പ് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവൾ ഭയങ്കര സന്തോഷവും ഹാപ്പിയാവും. അപ്പോഴാണ് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടല്ലോ അവരുടെ കൂടെ ട്രിപ്പിന് പോകുന്നുണ്ട്, കുടുംബം മൊത്തവും. അവർക്ക് ഇഷ്ടപ്പെടുക വളരെ. നിങ്ങൾ തന്നെ ആലോചിച്ചു, നിങ്ങളും ചേട്ടനും കൂടെ ഹണിമൂൺ ട്രിപ്പിന് പോകുന്ന സമയത്ത് അമ്മായിയമ്മ നടുക്കിരുന്ന് വരികയാണ്. എനിക്ക് ഇഷ്ടപ്പെടുമോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? എന്ത് ചെയ്യും? ഇഷ്ടപ്പെടുക കുട്ടികളെ? ഇല്ല, അത്രേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ശങ്കരാടി നടുക്കിരുന്ന് പോകുന്നതും പിന്നെ അത് കഴിഞ്ഞിട്ട് ശ്വാസം മുട്ടൽ വന്ന് ട്രിപ്പ് ക്യാൻസലായി തിരിച്ചു വരുന്നതും കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ബുള്ളിനെ ചൈന ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഒരാവശ്യമില്ലാതെ തള്ളിക്കയറി വരുന്ന ആൾക്കാർ, അൺവാണ്ടഡ് പേഴ്സൺ. ബുള്ളിനെ ചൈന ഷോപ്പ് അൺവാണ്ടഡ് പേഴ്സൺ, ഒരാവശ്യമില്ലാതെ തള്ളിക്കയറി വരുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് എന്ന് പറയാം ബുള്ളിനെ ചൈന ഷോപ്പ്. നിങ്ങളും ചേട്ടനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ എന്ത് ചെയ്യുന്നൂടെ? അമ്മായിയമ്മ വന്നിരുന്നു, ബുള്ളിനെ ചൈന ഷോപ്പ്. അപ്പോൾ നിങ്ങൾ പറയണം അൺവാണ്ടഡ് പേഴ്സൺ. ചുമ്മാ പറയണ കേട്ടോ, പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കഥയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നൂടെ? ബുള്ളിനെ ചൈന ഷോപ്പ് അൺവാണ്ടഡ് പേഴ്സൺ. ഓക്കെ, അടുത്ത നോക്കിയാണ് സ്നേക്ക് ഇൻ ദി ഗ്രാസ്. കുട്ടികളെ പച്ചിലപ്പാമ്പിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ? പച്ചിലപ്പാമ്പ് അത് ഈ പുല്ലിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുമോ കുട്ടികളെ? അറിയാൻ പറ്റുമോ? പുല്ലിൽ കിടക്കണം പച്ചിലപ്പാമ്പ് എന്ത് കളറാണ്? പച്ച കളറാണ്. പുല്ലിൽ നമ്മളെ ഈ ഗ്രാസിൽ കിടന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ? നിങ്ങൾ ചെന്ന് ഇരുന്ന് അതിൻ്റെ മണ്ടയിൽ കൂടെ ചെന്നിരുന്ന് കഴിഞ്ഞാൽ ഇട്ട് കൊത്തി തന്നു, അപ്പോഴും നമ്മൾ അറിയും, അല്ലേ?
അത് തന്നെയാണ് കാണാൻ പറ്റൂല, അറിയാൻ പറ്റൂല. സ്നേക്ക് ഇൻ ദി ഗ്രാസ് ഹിഡൻ എനിമീസ്, മറഞ്ഞിരിക്കുന്ന ശത്രുക്കൾ. നമ്മളൊപ്പം നടക്കും, നമ്മൾ അറിയില്ല അവർ ശത്രുത കാണിക്കുന്നുണ്ടെന്ന്. സ്നേക്ക് ഇൻ ദി ഗ്രാസ് ഹിഡൻ എനിമീസ്, മറഞ്ഞിരിക്കുന്ന ശത്രുക്കൾ എന്നാണ് കേട്ടോ. അതിലേ സ്മെൽ എ റാറ്റ്, കണ്ടോ, സ്മെൽ എ റാറ്റ്, സംതിങ് സസ്പീഷ്യസ്, എന്തെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, സസ്പീഷ്യസ് ആയിട്ട് നടക്കുന്ന കാര്യം. നമ്മൾ പറയില്ല ഇവിടെ എന്തോ കാര്യമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെയാണ് സ്മെല്ലി റാറ്റ് എന്ന് പറയുന്നത്. സംതിങ് സസ്പീഷ്യസ്, സംശയാസ്പദമായി എന്തെങ്കിലും തോന്നുക. സ്മെൽ എ റാറ്റ് മീൻസ് സംതിങ് സസ്പീഷ്യസ്. അടുത്ത് നോക്കിയാണ്ടേ, ടു ബെൽ ദി കാറ്റ്, അവിടെ അമ്മായിയമ്മ ഓർക്കണം കേട്ടോ. നിങ്ങൾ ഹണിമൂൺ ട്രിപ്പിന് പോവുകയാണ്, വണ്ടർലയിലാണ് യാത്ര പോകണമെന്ന് വെച്ചോളൂ കേട്ടോ. നിങ്ങളും ചേട്ടനും കൂടെ. വണ്ടർലയിൽ എന്തിനാണ് പോകണമെന്ന് അറിയാമല്ലോ, വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പൊന്തി ഒന്ന് വീഴുന്ന ഒരു സാധനം ഉണ്ടല്ലോ വളരെ, ഒരു റൈഡ് ഉണ്ടല്ലോ, അതിനകത്താണ് കയറിയത് കേട്ടോ. ചേട്ടൻ ആദ്യം പോയി ഷോർട്സ് ഒക്കെ ഇട്ട് ചേട്ടൻ പോയെന്ന് വെച്ചോ, എന്ത് ചെയ്യും, പൊന്തി ഒന്ന് സ്ലൈഡ് ചെയ്ത് പൊന്തി ഒന്ന് അയ്യോ എന്ന് വിളിച്ച് വെള്ളത്തിൽ പൊത്തനൊന്ന് വീണ് നീന്തി കയറി. നിങ്ങൾ ബാക്കെ വെച്ച് പിടിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളും പൊന്തി ഒന്ന് വെള്ളത്തിൽ വീണ് വലിഞ്ഞു കയറി. എന്ത് ചെയ്തു, അമ്മായിയമ്മ സാരിയെ കൊടുത്ത് ബാക്കെ പൊന്തി വരുന്നുണ്ടായിരുന്നു. ഒരു വിളിയും കേട്ട് വെള്ളത്തിൽ വീഴുന്ന സൗണ്ടും കേട്ട് അനക്കവും ഇല്ല ആവിയില്ല. എന്ത് ചെയ്തോടെ, കിളവി റിസ്ക് എടുത്ത് കിളവി കാഞ്ഞു പോയി. എന്ത് ചെയ്യും, പഠിച്ചോ, ബുൾ എന്ത് ചെയ്യുന്നോടെ ബെൽദിറ, അല്ലെങ്കിൽ ടു ബെൽ ദ കാറ്റ് മീൻസ് ടേക്ക് റിസ്ക്. നിങ്ങൾ തിരിച്ച് കാറി വരുന്നു, അവർ ആംബുലൻസിന് വരുന്നു. എന്ത് ചെയ്യുന്നോടെ, ടേക്ക് റിസ്ക് എന്നാണ് കേട്ടോ. ടേക്ക് റിസ്ക്, റിസ്ക് എടുക്കുക. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലൂടെയൊക്കെ നടക്കണ കണ്ടിട്ടുണ്ടോ, അമ്മുമ്മ കയറണ്ട, അല്ലെങ്കിൽ കയറണ്ട എന്നൊക്കെ പറഞ്ഞാലും അതിനകത്ത് വലിഞ്ഞഴിഞ്ഞ് കയറി. മറ്റേ 3D എഫക്റ്റ് ഉണ്ടല്ലോ, ചവിട്ടുമ്പോൾ പൊട്ടും പോലെ കാണുന്നു, അതിനകത്ത് ചവിട്ടിയിട്ട് അയ്യോ ചത്തേന്ന് പറഞ്ഞ് കൊല വിളിക്കുന്ന കേട്ടിട്ടുണ്ടോ, അത് തന്നെയാണ് കേട്ടോ. ടു ബെൽ ദ കാറ്റ് എന്ന് പറഞ്ഞാൽ ടേക്ക് റിസ്ക്, റിസ്ക് എടുക്കുക എന്നാണ്. മറ്റേ വള്ളിയിലേക്ക് തൂങ്ങിപ്പോണ സാധനമൊക്കെ ഉണ്ടല്ലോ വളരെ, ടു ബെൽ ദ കാറ്റ് ടേക്ക് റിസ്ക്, റിസ്ക് എടുക്കുക എന്നാണ് കേട്ടോ. അപ്പൊ അമ്മായിയമ്മയും കൊണ്ട് ഹണിമൂൺ ട്രിപ്പിന് വണ്ടർലയിൽ പോയ കാര്യം ഓർക്കണം. ഓക്കെ, അടുത്ത ചിക്കൻ ഹാർട്ട് കണ്ടിട്ടുണ്ടല്ലോ. ബ്രോയിലർ ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചത്തു വീഴാന്നാണ് കേട്ടോ. ഫിയർ, ചിക്കൻ ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയർ എന്നാണ് കേട്ടോ. അവന്റെ മനസ്സ് വളരെ ചിക്കൻ ഹാർട്ടാണെന്ന് പറഞ്ഞാൽ പേടിത്തൂറിയാണെന്ന് പറയില്ലേ. ചിക്കൻ ഹാർട്ട് പേഴ്സൺ മീൻസ് ഫിയർ, പേടി എന്നാണ്. അപ്പം വൈൽഡ് ഗൂസ് ചേസ്, കാട്ടുകോഴി ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റുമോ, യൂസ്ലെസ് അറ്റംപ്റ്റ് അല്ലെങ്കിൽ ഫൂട്ടിൽ അറ്റംപ്റ്റ്, ഉപയോഗശൂന്യമായ പ്രവർത്തികൾ. ബുള്ളിന്റെ ചൈന ഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കുട്ടികളെ, അൺവാണ്ടഡ് പേഴ്സൺ. അമ്മായിയമ്മ നടുക്കിരുന്ന് വന്നത് കേട്ടോ. അമ്മ എന്ത് ചെയ്യുന്നോടെ, ബുള്ളിന്റെ ചൈന ഷോപ്പ് അൺവാണ്ടഡ് പേഴ്സൺ. സ്നേക്ക് ഇൻ ദി ഗ്രാസ്, പച്ചിലെ പാമ്പ് പച്ചിലേ കിടന്ന് അറിയാൻ പറ്റില്ല. ഹിഡൻ എനിമീസ് കേട്ടോ, ഹിഡൻ എനിമീസ്. സ്മെൽ ദി റാറ്റ് എന്ന് പറഞ്ഞാൽ സംതിങ് സസ്പീഷ്യസ്, സംശയാസ്പദമായി എന്തെങ്കിലും തോന്നുക. സംതിങ് സസ്പീഷ്യസ്, സ്മെൽ എ റാറ്റ് മീൻസ് സംതിങ് സസ്പീഷ്യസ്. ടു ബെൽ ദി കാറ്റ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്, വണ്ടർലയിൽ പോയ അമ്മായിയമ്മ എന്താണ് വളരെ, ടേക്ക് റിസ്ക് എന്നാണ് കേട്ടോ. ടേക്ക് റിസ്ക്. ചിക്കൻ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഫിയർ അല്ലെങ്കിൽ കവാർഡിനെസ്, കവാർഡിലി മീൻസ് ഫിയർ എന്ന് പറഞ്ഞാലും പേടി എന്നാണ് കേട്ടോ. ചിക്കൻ ഹാർട്ട് ഫിയർ അല്ലെങ്കിൽ കവാർഡിനെസ് അല്ലേ. കവാർഡിനെസ് എന്ന് പറഞ്ഞാലും ഫിയർ എന്ന് പറഞ്ഞാലും പേടി എന്നാണ്. കിട്ടുമല്ലോ. അപ്പൊ അനിമലുമായി ബന്ധപ്പെട്ട ഇഡിയംസ് ആണ് നമ്മളിപ്പം നോക്കിയത്. ഏതൊക്കെ പറഞ്ഞു കൂട്ടില്ല, വളരെ എളുപ്പമാണ്. ഒന്ന് റാൻഡം ആയിട്ടൊന്ന് പറയാം, നിങ്ങൾ എന്നോടും പറയണം. കാറ്റ്സ് ആൻഡ് ഡോഗ്സ് ലൈഫ് എന്ന് പറഞ്ഞെന്നുണ്ടേ, വീട്ടിലെ പട്ടിയും പൂച്ചയും സ്നേഹത്തിലാണ് ഇരിക്കുന്നത്, ഓൾവേസ് കോർ. അപ്പൊ ചിലവരെങ്കിലും പറയും നമ്മളെ വീട്ടിലെ പട്ടിയും പൂച്ചയും സ്നേഹത്തിലാണ്. നമ്മൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഓൾവേസ് കോർ. എന്നാൽ കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാലോ, കാറ്റ്സ് ആൻഡ് ഡോഗ്സ് ആകാശത്താണ്, ഹെവി റെയിൻ. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാലും ഹെവി റെയിൻ ആണ്. ക്രോക്കോഡിൽസ് ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞുള്ളവരെ, ക്രോക്കോഡിൽസ് ടിയേഴ്സ് ഫേക്ക് ടിയേഴ്സ്. എന്നാൽ ക്രൈ ഫ്രം ദ ഹാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനോടൊപ്പം പഠിച്ചു. ക്രൈ ഫ്രം ദ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഡീപ്പ് ക്രൈ എന്നാണ് കേട്ടോ. ഇനി ഊൾഫിനെ ഷീപ്സ് ക്ലോത്തിങ് എന്ന് പറഞ്ഞ എന്താണ് കുട്ടികളെ, ഊൾഫിനെ ഷീപ്സ് ക്ലോത്തിങ് ഇങ്ങനെ ആട്ടുംതോലിട്ട ചെന്നായ. ലുക്ക് പുവർ ബട്ട് ഡേഞ്ചർ, ലുക്ക് പുവർ ബട്ട് ഡേഞ്ചർ. എന്നാ പേപ്പർ ടൈഗർ എന്ന് പറഞ്ഞാലോ, ലുക്ക് ഡേഞ്ചർ ബട്ട് പുവർ, ലുക്ക് ഡേഞ്ചർ ബട്ട് പുവർ. ലയൺസ് ഷെയർ എന്ന് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞു കുട്ടികളെ, മേജർ പാർട്ട് ഓഫ് സംതിങ്, ബഹുഭൂരിഭാഗം. ഓക്കെ. ക്യാറ്റ് നാപ്പ് എന്ന് പറഞ്ഞ എന്താണ് കുട്ടികളെ, ക്യാറ്റ് നാപ്പ് ഷോർട്ട് സ്ലീപ്പ്. ബെൽ ദ കാറ്റ് എന്ന് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞു, അമ്മായിയമ്മയും കൊണ്ട് എവിടെ പോയത് നമ്മള്, എന്ത് ചെയ്യും, വണ്ടർലയിൽ ട്രിപ്പ് പോയത്, ടേക്ക് റിസ്ക് എന്നാണ് പറഞ്ഞു കേട്ടാ. ഇനി ക്യാറ്റ് ഔട്ട് ഓഫ് ബാഗ് എന്ന് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് ചേട്ടൻ വന്ന് രഹസ്യം പറഞ്ഞത് എല്ലായിടത്തും പറയുന്നു, റിവീൽ എ സീക്രട്ട് അല്ലെങ്കിൽ ഡിസ്ക്ലോസ് എ സീക്രട്ട്. ഓക്കെ ആണല്ലോ. അതേപോലെ ഡോങ്കീസ് വർക്ക്, ഡോങ്കീസ് ഇയർ, തൊഴിലുറപ്പ് വരെ ഓർക്കാൻ പറഞ്ഞു. ഡോങ്കീസ് വർക്ക് എന്ന് പറഞ്ഞാൽ ഹാർഡ് ആൻഡ് ബോറിംഗ് വർക്ക്. ഡോങ്കീസ് ഇയർ എത്ര തവണ നീക്കും, ലോങ് പീരീഡ്, വെരി ലോങ് പീരീഡ്. ഡാർക്ക് ഹോഴ്സ്, ഡാർക്ക് കളർ എല്ലാം ഹൈഡ് ചെയ്ത് വെക്കുന്നു, ഹിഡൻ ടാലന്റ്. ബീറ്റ് എ ഡെഡ് ഹോഴ്സ്, അവസാനിച്ച കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിക്കുന്നു. കണ്ടിന്യൂ ആൻ ഇഷ്യൂ ദാറ്റ് ഓൾറെഡി എൻഡ്. ഓക്കെ. ടു ബി എ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ റൈഡ് എ ഹൈ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ കൂട്ടല്ലേ, നിങ്ങൾക്ക് ജോലി കിട്ടുമ്പോൾ ഇടാൻ വെച്ചിരിക്കുന്ന ഇടിയാണ് ഏതാണ്, ടു ബി പ്രൗഡ്, അഭിമാനം കൊള്ളുക എന്നാണ് കേട്ടാ. ഇനി അതേപോലെ എന്ത് ചെയ്യുന്നൂടെ,
അതേപോലെ നമ്മൾ ഏത് പറഞ്ഞു, ഹോൾഡ് യുവർ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചേട്ടൻ ദേഷ്യപ്പെട്ട് വരും പറയാൻ പറഞ്ഞു. ഹോൾഡ് യുവർ ഹോഴ്സ് ടു ബി പേഷ്യൻസ്, ക്ഷമയുള്ളവരായിട്ട് മാറുക. വൈറ്റ് എലിഫന്റ് നമ്മൾ മുമ്പ് പഠിച്ചാണ്. വൈറ്റ് എലിഫന്റ് എന്ന് പറഞ്ഞാൽ എന്തായി, റയർ ആണ്, യൂസ്ലെസ്, ഹൈ മെയിൻ്റെനൻസ്. റയർ, യൂസ്ലെസ്, ഹൈ മെയിൻ്റെനൻസ്. പിങ്ക് എലിഫന്റ് മുമ്പ് പഠിച്ചാണ്, അതുകൊണ്ടാണ് ഇതിനകത്ത് ഉൾപ്പെടുത്താത്തത്. പിങ്ക് എലിഫന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിങ്ക് കളർ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കുട്ടികളെ, വിഷത്തെ ഡിനോട്ട് ചെയ്യുന്നു. ഡ്രഗ് അഡിക്റ്റ്. നമ്മൾ തിളക്കത്തില് ആരെ ഓർക്കാൻ വേണ്ടി പറഞ്ഞു, നമ്മുടെ ആരെയാണ് ഓർക്കാൻ പറഞ്ഞത്, നമ്മുടെ സലീം കുമാർ, കഞ്ചാവ് കടിച്ച് കിളി പോയിരിക്കുന്ന സലീം കുമാറിനെ ഓർക്കണമെന്ന് പറഞ്ഞു. ഡ്രഗ് അഡിക്റ്റ്. ക്ലിയർ ആണല്ലോ കുട്ടികളെ എന്ന് പറഞ്ഞത്. അപ്പം അനിമലുമായിട്ട് ബന്ധപ്പെട്ട ഇഡിയംസ് ആണ് നമ്മൾ പഠിച്ചത്. വളരെ എളുപ്പമാണ്, എഴുതിയെടുത്ത് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വീട്ടിലൊക്കെ എന്ത് ചെയ്യും, പ്രാക്ടീസ് ചെയ്യണം. ചുമ്മാ വീട്ടിലവരൊക്കെ നിൽക്കുമ്പോൾ വീട്ടിലൊക്കെ ഇങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ടൊക്കെ നടക്കണം. കൂട്ടുകാരോട്ടൊക്കെ സംസാരിക്കുമ്പം ഈ വൊക്കാബുലറി ഒക്കെ പഠിക്കാൻ വേണ്ടി കൂട്ടുകാരോട്ടൊക്കെ സംസാരിക്കുമ്പം ഇഡിയം ഉപയോഗിച്ച് സംസാരിക്കണം. നമ്മളെ ശൈലികളിൽ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി റുട്ടീനിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ നമുക്ക് ഫ്രണ്ട്ലി ആവും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഫ്രണ്ട്ലി ആവും, നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ഇഡിയംസ് എല്ലാം നോക്കുക. ഓക്കെ, താങ്ക് യു.